എന്തിന്? Good evening. Good evening, sir. Good evening, Good miss. evening, Good ma'am. evening, ma'am. Good 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 evening. Good evening, ma'am. Good evening, Good ma'am. evening. Okay, we can start. Good evening, ma'am. Good evening. Okay, good evening all. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ജോലി ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? ഒരു വിധമൊക്കെ ആയി വരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. വല്ലാത്തൊരു പനി, ഇതുവരെ ഇങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടില്ല. അത്രയ്ക്ക് വല്ലാത്തൊരു പനിയാണ്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരും സൂക്ഷിക്കുക. ചെന്നൈയിലെല്ലാം മൊത്തത്തിൽ ഉണ്ടെന്ന് പറയുന്നു, എന്തോ വൈറൽ ഫീവറാണ്. Okay, once again, good evening to all. And I think we can start. It's 8:02 in my clock. So we can start. Who is going to do prayer? ഞാൻ ചെയ്യാം, ma'am. We are your little roses blossom in the yard. We are your little sparrows flies in the sky. Please bless us, Lord. Please rain us mercy. We are your little roses blossom in the yard. We are your little sparrows flies in the sky. We sing your hymns and we can see your light. We feel your presence and praying for your grace. Please bless us, Lord. Please rain us mercy. We are your little roses blossom in the yard. We are your little sparrows flies in the sky. Good evening, Yard. Thank you, ma'am. Anything else like signing for the day? തോട്ടയാൻ പറയാം മിസ്. ഗുഡ് ഈവനിങ്. നിങ്ങൾ ഈ ലോകത്ത് ആരെയാണോ സ്നേഹിക്കുന്നത് അത് അവരോട് പ്രകടിപ്പിക്കണം. കാരണം ലോകം മുഴുവൻ കണ്ട താജ്മഹൽ മുംതാസ് മാത്രം കണ്ടില്ല. PMA ഗഫൂർ. ഞാൻ സൈനിങ് ഞാൻ ചെയ്തു, പക്ഷെ ക്യാമറ ഓൺ ആക്കാൻ വഴിയില്ല. ആക്ഷൻ സോങ് ആണ്. ജസ്റ്റ് ഐ വിൽ സിംഗ് ദ റൈം. എത്ര നാള് വരെ ഞാനിങ്ങനെ ക്ഷമിക്കും, നിങ്ങൾ ഇപ്പൊ കാണിക്കും. അതെ, കുട്ടിയുണ്ട്, ചെറിയ മോളുണ്ട്, അവളെ ഊഞ്ഞാലിരുത്തി ആട്ടിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂർ ആട്ടല്ല പണി.
നിവർത്തില്ല കണ്ട. നമുക്കൊരു സൈനിങ് ആക്കാമായിരുന്നു. ക്ലാസ് വരെ പിന്നെ നോക്കി എക്സ്പെക്ട് ചെയ്തിരിക്കും. അല്ല, ഞാൻ പറ്റുന്ന സമയത്ത് ഉച്ചക്ക് ഓണാക്കലുണ്ട് മിസ്സേ. ഇപ്പൊ രാത്രി പറ്റാത്തോണ്ട്. കേട്ടോ, ഫാത്തിമ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുവാണ്, അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ഐസ് നോസ് ചിക്കി ചിക്കി ചിൻ. ദിവ്യായിരുന്നു പറഞ്ഞത്. രണ്ടുപേർക്കും അവസരം തരാം, സാരില്ല. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. സോ ദിവ്യ ഫസ്റ്റ്, ദെൻ ഫാത്തിമ. ഓക്കെ. ഫാത്തിമ കേട്ടില്ലെന്ന് തോന്നുന്നു ദിവ്യ പറഞ്ഞത്, അതായിരിക്കും കേട്ടോ. ഓക്കെ ദിവ്യ. ദിവ്യ പോയോ? ദിവ്യ മ്യൂട്ടാണേ. ദിവ്യ, വി ആർ വെയിറ്റിംഗ്. ദിവ്യ കേൾക്കുന്നുണ്ടോ? മിസ് ഏത് ദിവ്യ? ഈ ദിവ്യ അല്ലായിരുന്നോ പറഞ്ഞേ? ഞാൻ ആക്ഷൻ സോങ് ആണ്, പക്ഷെ പറയാം, പാടാം. ആരോ പറഞ്ഞല്ലോ, അതാരായിരുന്നു? ആക്ഷൻ സോങ്ങിന്റെ കാര്യം ഞാൻ തന്നെയാ പറഞ്ഞത്. ഫാത്തിമ തന്നെയാ പറഞ്ഞു. എനിക്ക് ദിവ്യ പറയണമെന്ന് തോന്നി. ഓക്കെ ഓക്കെ ഫൈൻ. സോ എനിക്ക് തെറ്റിയതാ. ഓക്കെ. ഐസ് നോസ് ചിക്കി ചിക്കി ചിൻ. ഐസ് നോസ് ചിക്കി ചിക്കി ചിൻ. ഐസ് നോസ് ചിക്കി ചിക്കി ചിൻ. ചിക്കി ചിക്കി ചിൻ nose eyes. Wiggle your nose, give a say chin. Wiggle your nose, give a say grin. Wiggle your nose and give a say grin. Chicky chicky chin nose eyes. Wing one eyes and chicky chicky chin. Wing one eyes and chicky chicky chin. Wing one eyes and chicky chicky chin. Chicky chicky chin nose eyes. Thank you, ma'am. ഓൺ ക്രിയേഷൻ ആണോ? അല്ല, സ്കൂളിൽ നിന്ന് സർക്കിൾ ടൈമിൽ നിന്ന് കിട്ടിയതാ. ആക്ഷൻ സോങ് ആയിട്ടായിരുന്നെങ്കിൽ കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പൊ നല്ല സൗണ്ട് ആയിരുന്നു. അതെ, യെസ്. ഫസ്റ്റ് ഡേ ടെൻഷൻ അടിച്ച് MT6 ഞങ്ങള് പാട്ടൊക്കെ പാടുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഗ്രൂപ്പില് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക ഓരോരോ ദിവസം. അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ ഇപ്പൊ ഇൻസി വിൻസി സ്പൈഡർ പറഞ്ഞിട്ടുള്ള സോങ് ഞങ്ങക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് പാടിയൊക്കെ ചെയ്യാം. ഞാൻ വീഡിയോ ചെയ്തിട്ടല്ല പാടിയെ, ഓഡിയോ ഒക്കെ ചെയ്ത് പാടി ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. അങ്ങനെ 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 ഓരോരോ മാക്സിമം ഒരു 5 എണ്ണമെങ്കിലും പഠിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു തീരുമാനം. അപ്പോൾ ഞങ്ങൾ ഓരോരോ സോങ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇൻസി വിൻസി സ്പൈഡറാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻസി വിൻസി സ്പൈഡറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എല്ലാവരും, ഞാൻ അതിന്റെ ടൈം ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 seconds ആണോ 1 minute ആണോ എന്നുള്ളത് എനിക്കിപ്പോ ഒരു കൺഫ്യൂഷൻ. എല്ലാവരും ഒരു ആക്ഷൻ സോങ് നിർബന്ധമായിട്ടും വീഡിയോ എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യും, അതിൽ അയച്ചു കൊടുക്കണമെന്നുണ്ട്. ഓക്കെ ഓക്കെ, സോ ഫൈൻ. സോ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ദാറ്റ് each and everyone please prepare that action song. That's the famous one, no? If you're happy and clap your hands. അതെല്ലാരും പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വേറൊരു ലെവലിലേക്ക് മാറ്റുന്ന ഒരു ആക്ഷൻ സോങ്. യു ക്യാൻ ആഡ് മോർ ആക്ഷൻസ്. കുറേ ആക്ഷൻസ് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് മോണ്ടിസോറി സ്കൂളാണല്ലോ, അത് പ്യുവർ മോണ്ടിസോറി സ്കൂളാണ്. അവിടെ യാതൊരു ലെസൺ പ്ലാനും ഇല്ല, ഒന്നുമില്ല. അതായത് അവിടുത്തെ ഡയറക്ടർസ് പൊതുവെ ലേഡീസ് ആണ് സ്റ്റാഫ്, പക്ഷെ അവിടെ നമുക്ക് ഡയറക്ടർ ആയിരുന്നു, സാറായിരുന്നു. സാറ് പറഞ്ഞു ഒരു കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികളെ കഴിയുമ്പോൾ സാറങ്ങ് വിളിക്കും, ജിഷ നൗ യു ക്യാൻ ഡു വൺ ആക്ഷൻ സോങ് വിത്ത് ദ കിഡ്സ്. നമ്മളിപ്പോ ചെയ്തേ പറ്റൂ. ഷൈനസ് ഒന്നും നമ്മൾ ചെയ്യും, കുട്ടികളുടെ കൂടെയല്ലേ. അവരുടെ ഇങ്ങനെ പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്തിരിക്കാം. കുട്ടികളെ പോലെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് ഓരോ ക്ലാസ്സിലും വരും. ചില ക്ലാസ്സിലുണ്ട് കേട്ടോ,
ക്ലാസ്സിൽ വീഡിയോ കോൾ ചെയ്തിട്ട്. So okay, we can actually നമ്മളുടെ ഇത് ഒരു PG session, just administration and management ആണ്. Even though we can make our class live with these activities. Okay, so where were we? പ്ലാനിങ് ആയിരുന്നു മാം. പ്ലാനിങ്. Okay, so late time വന്നവർക്കും once again good evening to all, and we can start. And actually we were discussing about Henry Fayol's that principles, right? അത് തന്നെ principles. എൻക്യാപ്സുലേറ്റ് ചെയ്തത് ക്യാപ്സൂൾ പരുവമാക്കിയിട്ട് നമുക്കൊരു 5 അതിന്റെ മെയിൻ ഫങ്ഷൻസ്, അതായത് പ്ലാനിങ്, directing, controlling, evaluation, then organizing, directing, controlling, evaluation. ആ ഒരു രീതിയിൽ 5 പ്രിൻസിപ്പിൾസ് ആക്കിയിട്ട് എൻക്യാപ്സുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ നൈസ്ലി പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നു ക്ലാസ്സിൽ, അല്ലേ? ആർക്കും അത് മറന്നു പോവില്ല എന്ന് പറഞ്ഞു. ഈവൻ ഈ PDF നോക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു പ്രസന്റേഷൻ മനസ്സിലുണ്ടാകും. നമ്മളുടെ ആ ഒരു സെൻസിന്റെ ഒരു പവറാണത്. ചില കാര്യങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ എൻവയോൺമെന്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അഡാപ്റ്റ് ചെയ്യുവാണ്, നമ്മൾ അബ്സോർബ് ചെയ്യുവാണ്. പല കാര്യങ്ങളും അബ്സോർബ് ചെയ്ത് അതുമായിട്ട് അഡാപ്റ്റഡ് ആവുകയാണ്. സോ ആ ഒരു സെൻസസ് കുട്ടികളിലും അങ്ങനെ തന്നെയാണ്. അവരുടെ സെൻസസ് ഷാർപ്പായിരിക്കും. ആളുകൾക്ക് ഏജ് ആവുമ്പോൾ സെൻസസിന് പല വ്യത്യാസങ്ങൾ വരും, അല്ലെ? കേൾവിക്ക് പ്രശ്നം വരും ഏജ് ആവുമ്പോൾ, കാഴ്ചക്ക് പ്രശ്നം വരും. ലൈക്ക് സ്കിന്നൊക്കെ ചിലപ്പോ പ്രശ്നമായി, ഫിംഗർ ടിപ്സിനൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരും. ടച്ച് ചെയ്യുമ്പോൾ ആ ഫീലൊക്കെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. സെൻസേഷൻ കുറയും. ന്യൂറോ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ വിരലുകൾക്ക് തരിപ്പൊക്കെ വരും, അപ്പം മനസ്സിലാവില്ല എന്നൊക്കെ പറയുമല്ലോ. നംബ്നസ് ഒക്കെ വന്നിട്ട് ടച്ച് ചെയ്താലും ടെമ്പറേച്ചർ ഒന്നും മനസ്സിലാകാത്ത. നമുക്ക് ഏജ് കൂടുന്തോറും സെൻസസിന്റെ പവറിൽ വ്യത്യാസം വരും. പക്ഷെ കുട്ടികളിൽ ഭയങ്കര ഷാർപ്പായിരിക്കും. സോ കുട്ടികളുടെ ആ 5 സെൻസസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ സെൻസസ് യൂസ് ചെയ്ത് വേണം അവരെ നമ്മളുടെ ഓരോ സ്റ്റേജസ് അവരിലേക്ക് കൊണ്ടുവരാൻ. അതാണ് നമ്മൾ പറഞ്ഞത്. സോ ആ ഒരു പ്രസന്റേഷൻ വാസ് ആ സെൻസുമായിട്ട് കണക്ട് ചെയ്ത് പോയപ്പോൾ നമ്മൾക്കത് പെട്ടെന്ന് നമുക്ക് ഓരോന്നും മനസ്സിലായി. സോ യു പീപ്പിൾ ക്യാൻ ഡു ദ സെയിം ഇൻ ദിസ് 5 ഫങ്ഷൻസ്. സോ ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്. നിങ്ങൾക്ക് അത് നമ്മൾ റീഡ് ചെയ്തോന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. We can connect it with some other events, like ഇത് നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞു ഇൻഡസ്ട്രി ഓർഗനൈസേഷനിൽ ചെയ്തിരുന്ന അതേ പ്രിൻസിപ്പിൾ എടുത്ത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലേക്ക് ചെയ്യുമായിരുന്നു. ബട്ട് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു സിംഗിൾ യൂണിറ്റ് അല്ല, അതിങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കിടക്കുക. വൈഡാണ്, അല്ലെ? എഡ്യൂക്കേഷണൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈഡാണ്. ആർട്ട്, സയൻസ്, പിന്നെയും അവിടെ നിന്ന് പോകും മെഡിക്കൽ, ഫാമ, ആർക്കിടെക്ചർ, അങ്ങനെ പല മേഖലയിലേക്ക് പോകും. അത് തന്നെ പല ലെവൽസ്, സ്കൂൾ, KG, പ്രീ സ്കൂൾ, KG, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അങ്ങനെ പോകും. ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD, റിസർച്ച്, അങ്ങനെ പല ലെവലിലാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് കിടക്കുന്നത്. പല സബ്ജക്റ്റും ഈ ഓരോ ലെവലുമായിട്ട് കണക്റ്റഡ് ആണ്. അത് മനസ്സിലായല്ലോ, അല്ലെ? കാരണം എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് അത് വൈഡാണ്. ഒറ്റ ഒരു ഓർഗനൈസേഷനിലെ പോലുള്ള മാനേജ്മെന്റ് അവിടെ പോസിബിൾ അല്ല. അതായത് സാധാരണ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരു ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെ ഇതിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവിടെ വൈഡ് ആയിട്ട് പോവുകയാണ്, ഡൈവേഴ്സിഫൈ ചെയ്ത് പോവുക. നമുക്കറിയാം ഇന്ത്യയിലെ പല സ്റ്റേറ്റില് പല രീതി, ആ സ്റ്റേറ്റിൽ തന്നെ പല ഡിസ്ട്രിക്റ്റില് പല രീതി. നമ്മൾ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ പല കൾച്ചർ, പല ട്രഡീഷൻസ്, ഡ്രസ്സ് ചെയ്യുന്ന ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് വരെ ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഓരോ ലെവലിലും വ്യത്യാസം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ആള് ഭയങ്കര ഒരു ബിസിനസ്മാൻ ആണ്. അപ്പൊ ബിസിനസ് റിലേറ്റഡ് മാത്രമാണ് സ്റ്റാറ്റസ് കാണാറ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു
നീന്തുന്ന സ്റ്റാറ്റസ് കാണുന്നത് കേട്ടോ. ആൾക്ക് എന്തോ അപ്രീസിയേഷൻ കിട്ടുന്നു മേഡം. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇതെന്താണ് വെള്ളത്തിൽ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ആലുവ സൈഡില് എവിടെയാന്ന സ്ഥലത്തിന് പേര് ഞാൻ മറന്നു. ഇങ്ങനെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് സേഫ്റ്റിക്ക് മാത്രമല്ല, അതായത് സ്വന്തം സേഫ്റ്റി മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ നമ്മൾക്ക് സേഫ് ആക്കാൻ പറ്റണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു ഫോഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ ക്ലാസ് ആണെന്ന്. അതായത് LKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ്, അങ്ങനെ 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 ഓരോ ലെവലാണ്. അതിനെല്ലാം ഈ പേര് കൊടുത്തേക്കുന്നത് അറിയാമോ? മണപ്പുറത്താണോ എന്ന് എനിക്ക് അറിയില്ല. എന്തോ ആ സ്ഥലത്തിന് അതിന്റെ അടുത്തൊക്കെ ഉള്ള സ്ഥലത്ത് തൊട്ടക്കാട്ടുകരയാണ് എന്തോ, ഈ ഓർമ്മയില്ല. എനിക്ക് ഓർക്കുവാണെങ്കിൽ പറയാം കേട്ടോ. അപ്പം ആദ്യം ഞാൻ LKG ചേർന്നു. 49 years ഉള്ള ആളാണ്. അത് ഞാൻ LKG ചേർന്നു. ഞാൻ അതിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ UKG ആയി. അങ്ങനെ, അതായത് നീന്തല് ഇതുപോലെ ക്ലാസ് ലെവലാക്കിയിട്ടുള്ള. സോ അപ്പൊ അതാണ്. അപ്പം ആ പഠിപ്പിക്കുന്ന ആ ഒരു ട്രെയിനർ അതിനെയും ഒരു സ്കൂൾ തലവുമായിട്ട് കോളേജ് തലം പോലെയൊക്കെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചു. സോ അത്രയും ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷൻ സെറ്റിങ്സിലുണ്ട്. അപ്പൊ ഏത് കാര്യം പഠിക്കുമ്പോഴും അതൊക്കെ നമ്മൾ എന്താ പഠിച്ചാലും അല്ലെ, ആർട്ട് ഫോം പഠിക്കുമ്പോഴുണ്ട് എല്ലാത്തിനും ഓരോ ലെവൽസ്. ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഇപ്പം ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും എല്ലാത്തിനും ഓരോ ലെവൽ. കരാട്ടെ പഠിക്കുമ്പോൾ അവിടെയും ഇല്ലേ ലെവൽസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴും അതിന് വൈഡ് വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോ നമുക്കിത് കണക്ട് ചെയ്യാം. പ്ലാനിങ് നിങ്ങൾ ആദ്യം വായിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഒന്നുകൂടെ വായിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് റീഡ് ഇറ്റ്, എന്നിട്ട് മനസ്സിൽ കണക്ട് ചെയ്യും. എന്തുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഏതെങ്കിലും ഒരു ഇവന്റ് നമ്മൾക്ക് എന്താ പറയാ പെട്ടെന്ന് മനസ്സിലാകാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഇവന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതെങ്ങനെ പ്ലാൻ ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിക്കുക. റീഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും വി ക്യാൻ ഷെയർ ദാറ്റ്. നത്തിങ് എഡ്യൂക്കേഷൻ സെറ്റിംഗ് അങ്ങനെ രീതിയിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം രസ്ന, ഡെയ്സൺ, ആയിഷ, അങ്ങനെ കുറെ പേര്, പിന്നെ ആരായിരുന്നു പേര് കിട്ടണ്ട കേട്ടോ, അങ്ങനെ പറഞ്ഞവര് വേറെ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞില്ലേ, വീട്ടിലെ കാര്യം അല്ലാത്ത പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തു. അതുപോലെ ഈ പ്ലാനിങ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഷെയർ യുവർ വ്യൂസ്. നമ്മുടെ ഓൺ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടല്ലേ മിസ് ഉദ്ദേശിക്കുന്നത്? ശരി. മനസ്സിലാക്കാൻ എളുപ്പം അതാണെന്ന് നമ്മൾ കണ്ടെത്തിയല്ലോ. നമ്മളുടെ കൂടെയുള്ളവർ നമ്മളെ മനസ്സിലാക്കിച്ചു. മാം ഞാൻ പറയട്ടെ മാം. ഹലോ, വായിച്ചു കഴിഞ്ഞോ? അല്ല, ലൈഫായി കണക്ട് ചെയ്തിട്ട് പറയാനാ പറഞ്ഞത് ഇപ്പൊ. യെസ്, ഒരു മിനിറ്റ്. ബാക്കി എല്ലാരും അത് റീഡ് ചെയ്യുവാണോ? അതെ, റീഡ് ചെയ്യുവാണ്. റീഡ് ചെയ്ത് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് ഷെയർ ചെയ്യാം. തന്നെയായിരുന്നു, ആരായിരുന്നു പറഞ്ഞേ? അതെ മാം. ഒരു എനിക്ക് ഒരു 2 minutes മതിയാകുമായിരിക്കും റീഡ് ചെയ്യാൻ അല്ലെ? മാം ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? നെക്സ്റ്റ് പേജ് 2 ലൈനുണ്ട്. ഇതാവുമ്പോ ഒന്ന് പറയണേ, ഞാൻ ആ പേജ് ആകും. അയ്യോ,
റീഡ് ചെയ്ത് കഴിയുമ്പോൾ പറയണേ. കഴിഞ്ഞോ? കുറെ തംസപ്സ് വന്നു. കഴിഞ്ഞു. ഹാൻഡ് റൈസ് ഒക്കെ വന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തന്നെ ആദ്യം പറയട്ടെ അല്ലെ. ഷീസ് റെഡി ടു ഷൂട്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ധന്യ പ്ലീസ്. ഞാൻ മ്യൂട്ട് ആവുകയാണ്. ലൈഫ് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പറയാനുള്ളത്. നമ്മളുടെ ആഗ്രഹങ്ങൾ മക്കളിൽ പ്രതിഫലിപ്പിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവള് വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഈ അരങ്ങേറ്റത്തിനൊക്കെ വലിയ പൈസ ആയതുകൊണ്ട് അന്ന് ചെയ്യുമായിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ആഗ്രഹം ഞാൻ വിചാരിച്ചു, പ്ലാൻ ചെയ്തു മകളിൽ അത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവളെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ചേരുന്ന സമയത്തൊന്നും അവൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോ എല്ലാരും പറയും, എന്തിനാ ഈ ആടിനെ ഇറക്കണ പോലെ കൊണ്ടുപോണേ, കുട്ടിക്ക് ഇഷ്ടമല്ലല്ലോ, നിർത്തിക്കൂടെ. അപ്പൊ എന്റെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന്. അപ്പൊ ഞാനിങ്ങനെ എത്ര പ്രതിസന്ധി എല്ലാവരും കേട്ടിട്ടും നോക്കി, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിടണം, ഒരിക്കലും നമ്മൾ കമ്പൽ ചെയ്യാൻ പാടില്ല. അപ്പൊ അവളെ അങ്ങനെ കൊണ്ടുപോയി, അവളെങ്ങനെ മെല്ലെ മെല്ലെ ദിവസവും കരയും, കമ്പി പിടിച്ചു വലിച്ചിട്ടാ കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടുപോയി അവൾ അതങ്ങനെ ഇഷ്ടപ്പെട്ട് ആയി 4ാം ക്ലാസ്സിൽ അരങ്ങേറ്റം ചെയ്തു. പിന്നെ അതിനോട് ഇഷ്ടമായി. ഇപ്പൊ സ്വന്തമായിട്ട് കൊറിയോഗ്രഫി ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ ഒരു പ്ലാനിങ്ങിന്റെ സക്സസ് തന്നെയാണത്. ഒന്നാമത് പിന്നെ എനിക്ക് ആങ്കറിങ് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവളുടെ സ്കൂളിലോട്ട് ഞാൻ വിളിക്കും ടീച്ചറെ എനിക്ക് മോൾക്കൊരു പ്രസംഗം കൊടുക്കോ, ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറയും. ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാ. അപ്പൊ ടീച്ചർ കൊടുക്കും. മൂപ്പര് വന്നിട്ട്, ഹസ്ബൻഡ് വന്നിട്ട് വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ആളാ, സാൻസ്ക്രിറ്റ് ആണ് വിഷയം. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്തായാലും ബ്ലഡിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറയും സംസ്കൃതം സ്പീച്ച് കൊടുത്താൽ മതി ടീച്ചറെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ ബേസിക്കലി സാൻസ്ക്രിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവൾ ആ സംസ്കൃതത്തിന്റെ സ്പീച്ച് ആണെങ്കിലും പറഞ്ഞു കൊടുക്കും, പ്ലഡ്ജ് ഒക്കെ പറഞ്ഞു കൊടുക്കും. നമ്മൾ ഒരു ഏറ്റു പറയായിരിക്കില്ല എന്ന് വിചാരിക്കും. അവള് സ്റ്റേജിൽ ഒരിക്കൽ ഇങ്ങനെ ഡെയിലി രാത്രി പറഞ്ഞു കൊടുക്കും. അപ്പൊ അമ്മ മതിമ്മ, വെറുതെ നമുക്ക് തമാശ പോലെ പറയടാ എന്ന് പറഞ്ഞ് ഞാൻ ഓരോ വാക്കും പറയും, അവൾ പറഞ്ഞ് കേൾക്കും. അങ്ങനെ ചെയ്ത് അവള് LKG പ്ലഡ്ജ് ചെയ്യാ. നമ്മൾ വിചാരിച്ച ആ പറഞ്ഞ പാരഗ്രാഫ് അങ്ങനെ പറയാണെന്ന്, പക്ഷെ ആയിരുന്നില്ല. അതൊരു പ്ലഡ്ജ് ആയിരുന്നു, ഏറ്റു പറയലായിരുന്നു. അവൾ ഓരോ വാക്കും നിർത്തി പറയാ, മറ്റുള്ള കുട്ടികൾ പറയാ. അപ്പൊ കിട്ടിയ ഫീല് അറിയിക്കാൻ വയ്യ. LKG ഒന്നാമത്. നെക്സ്റ്റ് വൺ എനിക്ക് ആങ്കറിങ് വലിയ ഇഷ്ടം. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ സ്കൂളിലും പറയും, ടീച്ചറെ ഇവളെ എല്ലാ പരിപാടിയിലും ചേർത്തു. അപ്പോഴേ കുറെ ആക്ടിവിറ്റീസിൽ ചേരുമ്പോഴേ കുറെ അനുഭവങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ എല്ലാത്തിലും ചേർത്തും ഞാൻ മെനക്കെട്ട് പോയി എല്ലാം ചെയ്തു കൊടുക്കൊക്കെ ചെയ്യും. അതുപോലെ പഠിക്കാനും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, ബെസ്റ്റ് സ്റ്റുഡന്റ് ആവണം. ഫസ്റ്റ് എന്നുള്ളതല്ല, നല്ലൊരു അറിവുള്ള കുട്ടിയാവണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ദിവസവും ഞാൻ പ്രയത്നിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാമിന്റെ അടുത്ത് ബെഡഡായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവരിലൂടെ അച്ഛനിലൂടെയും പറഞ്ഞു കൊടുക്കും. അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവിടും. അച്ഛൻ അതും കാക്കേ കൂടെവിടെയാണെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്ത് പറയാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവള് 7th ആയിപ്പോഴും സ്വന്തമായ സ്കൂളിന്റെ മുഴുവൻ പ്രോഗ്രാമും ആങ്കറിങ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാ സബ്ജക്റ്റിലും ഓരോ സബ്ജക്റ്റിലും ഫസ്റ്റ് വാങ്ങിച്ച് പ്രൊവിഷ്യൻസിയോടെ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി. മൂകാംബിക വിദ്യാനികേതനിൽ പഠിച്ച് 7ാം ക്ലാസ്സിൽ ഇറങ്ങി. ഇപ്പൊ അവള് 7ാം ക്ലാസ് വരെയുള്ളൂ, അമൃതയിൽ ചേർത്ത്. ഇതൊക്കെ എൻ്റെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗം തന്നെയായിരുന്നു. എനിക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ അന്ന് കാലത്തെ ക്ലാസ് ആകുമ്പോൾ അത് വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ ചെയ്തെടുക്കാന്നുള്ളൊരു നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുമ്പോഴാണെങ്കിൽ ഏടത്തിയന്മാരൊക്കെ പറയും ധന്യ വിചാരിച്ചാൽ നടക്കും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാനത് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനൊരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, പറ്റുമെങ്കിൽ അത് നോക്കുക എന്നല്ല, ബേസിക്കലി ഇപ്പൊ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയുമ്പോൾ നമ്മൾ ചെയ്തെടുക്കണം, നമ്മളെ കൊണ്ട് സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ ലൈഫ്. താങ്ക് യു. എന്നോട് കഴിഞ്ഞ ദിവസം മാം ഫുഡിന്റെ കാര്യം എങ്ങനെയാന്ന് സുഖമില്ലാതിരിക്കുമ്പോൾ ചോദിച്ചു. ഇപ്പം ദിവ്യയാണോ പേര് ഞാൻ മറന്നുപോയി, ഒരാൾ ലൈഫിനോട് സംബന്ധിച്ചൊരു പ്ലാനിങ് പറഞ്ഞു. അപ്പൊ ഞാനും അന്നേരം മാമിനോട് എനിക്ക് പറയാൻ വയ്യ സുഖമില്ലെങ്കിലും ആ കാര്യത്തിന് ഒരു ആൻസറും ആവും, പ്ലാനിങ്ങിന് ഒരു എക്സാമ്പിളും ആവുകയുള്ളൂ. പറയാവുന്ന ഒറ്റ ഒരു പോയിന്റ് പറയാവുന്ന ഞാൻ വരും മാമിനോട് ഇപ്പൊ പറയാവുന്ന ചിന്തിക്കുക.
ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റില് ഞങ്ങൾ 10-56 ഏക്കറിൽ മൊത്തത്തിൽ ഫ്ലാറ്റാണ്. ഇവിടുത്തെ ഓണറുടെ ഫ്ലാറ്റാണ്. എല്ലാവരും എംപ്ലോയേഴ്സും അതുപോലെ ജോലിക്കാര്, പഠിക്കുന്നവര്, എല്ലാവരും ഫാമിലി ആയിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ട് ഇങ്ങനെ താമസിക്കും. അപ്പം ആർക്കും കൂടുതൽ ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് സമയമില്ല. അപ്പം കുക്കറിനെ വെച്ചിട്ടുള്ളവർ തന്നെയും അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും ഒരു ഡിസിഷൻ എടുത്ത് ഇപ്പൊ നമുക്ക് പേരൻസ് എല്ലാവർക്കും സഹായത്തിനായിട്ട് വന്ന് നിൽക്കാൻ പറ്റില്ല. എല്ലാവരും എംപ്ലോയേഴ്സ് അല്ലേ, റിലേറ്റീവ്സ് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു തീരുമാനം എടുത്ത് ഇവിടെ ചെറുതെന്നോ വലുതെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ല, ലേഡീസ് മാത്രം ചേർന്നിട്ട് പൂർവ്വ ഫുഡ് ഗ്രൂപ്പ് ലേഡീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച് അതിനകത്ത് അഡ്മിന് അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാം വെച്ചിട്ട് ഫുഡ് ഗ്രൂപ്പിൽ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, വേണ്ടവർക്ക് അതുപോലെ തന്നെ നോൺ വെജ് വേണ്ടവർ, ബേക്കറി ഐറ്റം വേണ്ട, ഇത് 3-4 സെറ്റായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എല്ലാവരും അവരവർക്ക് ജോലിയുള്ളവരാണ്. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഹൈ ലെവൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വിവിധ തരങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും അവനവന് പറ്റുന്ന ജോലി കഴിഞ്ഞിട്ട് വന്നു അവരവരുടെ സെർവന്റിനെയും കൊണ്ടും ഒക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാൾ ഒരു ഉഴുന്നുവട ആയിരിക്കും ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ ഒരാൾ ഫ്രൈഡ് റൈസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഗ്രൂപ്പിൽ ഇതങ്ങ് കൊടുക്കുകയാണ്, ഞാൻ ഇന്ന ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്, വേണ്ടവർ ഇത്ര സമയത്തിനുള്ളിൽ ഓർഡർ തരണമെന്ന് പറയും. അപ്പോഴും വേണ്ട, ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് കുക്കിങ്ങിനോടൊന്നും വലിയ പറ്റത്തില്ല എന്നെ കൊണ്ട്, അതുകൊണ്ട് ചെയ്യാത്തയാ, അല്ല വേറൊന്നും അല്ല, ഞാനങ്ങനെ ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറ്റുന്നില്ല. പഠിത്തമില്ലോണ്ട് കൊച്ചു ജോലികളെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് പക്ഷേ പറ്റാൻ അതിന് കഴിവ് താല്പര്യമൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ അത് ഈസിയായ, അവർക്ക് ജോലി ഉണ്ടെങ്കിൽ അവർക്ക് അത് ഈസിയായ കാര്യമാണ്. അങ്ങനെ അവരെല്ലാവരും അവരവർക്ക് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന സമയത്ത് ആരും കമ്പലി ചെയ്യത്തില്ല, ഇന്നാര് ചെയ്യണമെന്നോ ഇന്നോന്നൊന്നുമില്ല. ഫ്രീക്കല്ല, പൈസയ്ക്ക് തന്നെ. പക്ഷെ അമിത പൈസയോ ഹോട്ടലിൽ ഉണ്ടാക്കുന്നോട്ടുള്ള വേണ്ടാത്തതായ കാര്യങ്ങളൊന്നും ചേർക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന, ഇപ്പൊ ഒരു 150 രൂപ ഒരു വെജ് ബിരിയാണിക്കെങ്കിൽ 150 രൂപ തന്നെ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ 130 രൂപ എടുക്കത്തുള്ളൂ. 10 രൂപ ചിലപ്പോൾ ഡെലിവറി കൊണ്ടുവരുന്നതിനൂടെ ചിലപ്പോൾ നമ്മൾ അഡീഷണൽ കൊടുക്കും, ഇത്രേ ഉള്ളൂ. അതെ, പക്ഷെ നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്താൽ അത്രയും രൂപയ്ക്ക് നമുക്ക് കിട്ടത്തില്ല, ഡെലിവറി ഫീ തന്നെ എത്രയാവും, നല്ല സാധനവും കിട്ടത്തില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിലിടും, ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ ബുക്ക് ചെയ്യണോ ഓർഡർ തരണോ എന്ന് പറഞ്ഞ് ഗ്രൂപ്പിലിടും. അപ്പോഴേ അവനവന് ഇഷ്ടമുള്ളൂ. ഇപ്പൊ എനിക്ക് ഇന്ന് സുഖമില്ല, എനിക്ക് ഇന്ന് ഇച്ചിരി ഫുഡ് വേണം, ഇഡ്ഡലിയാ വേണ്ടത്, ഗ്രൂപ്പിലെടുത്ത് അപ്പോഴേ നോക്കിയാൽ മതി. ഗ്രൂപ്പിൽ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ഇഡ്ഡലി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇഡ്ഡലി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഓർഡർ കൊടുക്കുക. ഇൻ കേസ് ഇഡ്ഡലി ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുമായിട്ട്, ഉടനെ നമ്മളൊന്ന് പേഴ്സണൽ കോൾ വിളിച്ചിട്ട് ഇതുപോലാണ് വിഷയം, അതുകൊണ്ട് എനിക്കൊരു 10 ഇഡ്ഡലി ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു, പറ്റുമോ എന്ന് പറഞ്ഞ് ക്യാൻ യു മേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് ടൈമും എല്ലാം നമ്മളോട് ഇങ്ങോട്ട് പറയും. ചോദിച്ചിട്ട് അവർ നമുക്ക് അതെല്ലാം മേക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുതരും. അത് ഭയങ്കര ആ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഇത്രയും പേർക്കും ഒരു ഭയങ്കര ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇത്രയും പേർക്കുള്ള, ഞാനിപ്പോ 2 ആഴ്ച കൊണ്ട് എനിക്കും മോനും സുഖമില്ലാതിരിക്കുന്നു. ഞാൻ സെർവന്റിനെ മാക്സിമം ക്ലീൻ ചെയ്യാനെങ്ങാനും നിർത്തും, പക്ഷെ എനിക്ക് ഒരത്യാവശ്യവും ഇല്ല കാരണം സെർവന്റിനെ നിർത്തണ്ട. എൻ്റെ ഫ്ലാറ്റിൽ ആരും വേണമെന്നില്ല, എനിക്ക് ഈ ഫ്ലാറ്റിലുള്ളവർ മതി എല്ലാ കാര്യത്തിനും. പൈസ GPay അയക്കുന്നു, അവര് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഉടനെ പൈസ തരുന്നു, GPay അയക്കുന്നു, അല്ല സാധനം കൊണ്ട് തരുന്നു, GPay അയക്കുന്നു, ഒരു പ്രയാസവും ഇല്ല. ഇഡലി അല്ല ഇനി കഞ്ഞി വേണമെന്ന് പറഞ്ഞാലും നമ്മൾ രഹസ്യമായി ഒരാളെ പരസ്യമായിട്ട് അങ്ങ് നമ്മൾ താഴ്ത്തിക്കെട്ടുന്ന തരത്തിലുള്ള സംസാരമൊന്നും ആരും ചെയ്യത്തില്ല. എല്ലാവരും നല്ല നോളജ് ഉള്ളവർ, എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും. നമ്മളെ മറ്റുള്ളവരെ മനസ്സിലാക്കി അവരുടെ പേഴ്സണൽ കോളിൽ വിളിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ആവശ്യം, നമുക്ക് ഇന്ന് ഇച്ചിരി കഞ്ഞിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാൻ യു മേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും അത് നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യത്തില്ല. അതിൽ നമ്മളോട് തന്നെ അവര് സഹകരിക്കും. നമുക്ക് അതിനനുസരിച്ച് അവരൊരു 150 രൂപയാണ് കഞ്ഞിക്കെന്നുണ്ടെങ്കിൽ 150 രൂപയെ നമ്മുടെ കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഒരു പൈസയും മേടിക്കത്തില്ല, അത്രയും പൈസയെ മേടിക്കത്തുള്ളൂ. നമ്മളത് GPay അവർ കൊണ്ടു തരുന്നു, GPay നമ്മൾ അയക്കുന്നു, പോകുന്നു. ഞങ്ങൾ ആ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുവരെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, കൂടുതൽ പറയാനും സുഖമില്ല, ടൈമും പോകുമല്ലോ. എക്സാമ്പിൾ ഒരു പ്ലാനിങ് ഞങ്ങൾ പറഞ്ഞതാണ്. ഈ ഫ്ലാറ്റിൽ ഈ 55 ഏക്കർ മൊത്തമുള്ള ഫ്ലാറ്റിൽ ഹൈ ലെവൽ ജോലിക്കാർ തൊട്ട് ഏറ്റവും താഴെയുള്ളവർക്ക് വരെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാനും ഐക്യതയോടെ നിൽക്കാനും എല്ലാവരുടെ ആവശ്യത്തിൽ സഹകരിക്കാനും ആരെയും പുറത്താക്കാതെ എല്ലാവരും അകത്ത് തന്നെ നിൽക്കാനുള്ള വലിയൊരു പ്ലാനിങ് ആയിട്ട് ഞാൻ ആ ഒരു പ്ലാനിങ്ങിനെ കാണുന്നത്. ഓക്കെ മാം. Okay, very good. Anyway, we have to keep time management also. So, ഇനി പറയുന്നവർക്ക് ഇനിയുള്ള നമ്മളുടെ ഡിസ്കഷനിൽ 2 minutes
2 minutes കൊണ്ട് നിങ്ങൾ ബ്രീഫ് ചെയ്ത് പറയാം. ഓക്കെ ഓക്കെ മിസ്, അപ്പൊ ഞാൻ പറയട്ടെ. അയ്യോ 3 പേര് വന്നു. ആ ആരൊക്കെയായിരുന്നു? ഞാൻ തമന്നയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ജിഷ ഉണ്ടായിരുന്നോ? പിന്നെ ആരായിരുന്നു? അതെ, പിന്നെ ആരായിരുന്നു? ആരായിരുന്നു അത്? രേഷ്മ അല്ല. ഓക്കെ, നിങ്ങൾ തന്നെ ഓർഡർ തീരുമാനിച്ച് 2 minutes ഒരാൾ പറഞ്ഞോടാ, ഞാൻ സെക്കൻഡ് പറയാം. കോള് വരുന്നു. 1 മിനിറ്റ്, സെക്കൻഡ് ഇപ്പൊ പറയാം. ഒരാൾ പറഞ്ഞോ, ഞാൻ സെക്കൻഡ് പേരിടാം. അപ്പൊ മിസ് ഞാൻ പറയാം എങ്കിൽ. കേൾക്കാവോ? ജിഷയും സഫീത്തെ ഒരുമിച്ച് വന്നു. ആരാ പറയണ്ടേ? ജിഷ പറയട്ടെ? സഫീത്ത ഞാൻ പറയട്ടെ. പറഞ്ഞു. ഓക്കെ മിസ്, നമുക്ക് എനിക്കൊരു കുടുംബശ്രീ ഉണ്ട്. അപ്പൊ അതില് 4 സംരംഭങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിനെ മുൻനിർത്തിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രാമശ്രീ എന്ന് പറയുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോഴി വളർത്തുന്ന ഒരു സംരംഭമുണ്ട്. ഓരോ വീട്ടിലും 25 കോഴികൾ വീതം ഞങ്ങൾ 10 അംഗങ്ങളുണ്ട്. 10 പേർക്കും ഉണ്ട്. അതേപോലെ തന്നെ 100 വാഴകൾ ഒരുമിച്ച് കൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രീൻ ലാൻഡ് എന്നാണ് അതിന്റെ പേര്. പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, സോപ്പ്, സർഫ്, അങ്ങനെയുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് തന്നെ ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് എങ്ങനെ നമുക്കത് പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്യാം, ഏത് രീതിയിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. എങ്ങനെയാണ് ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് വിറ്റഴിച്ചിട്ട് നമുക്കൊരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിന്റെ എഫേർട്ടിനുള്ള കൂലി നമുക്ക് ലഭിക്കുന്ന വിധത്തിൽ എങ്ങനെ നമുക്കിത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടാണ് നമ്മളത് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പം നമുക്ക് എപ്പോഴും ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത്, ഇപ്പം ഒരു സെൻട്രൽ ഒരു പ്രോബ്ലം ഉണ്ടാവും നമുക്ക്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമി എന്ന് പറയുന്നത് തന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, ഹും ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്രശ്നം. അപ്പം ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി, അതായത് നമ്മുടെ ആവശ്യകതകൾ ഉള്ളിടത്ത് മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു അടുത്തടുത്ത് നമുക്ക് ഒരുപാട് കിൻഡർ ഗാർഡൻ ഉണ്ട്. അത് പക്ഷേ അത്രയും അടുത്തടുത്താവുമ്പോൾ നമുക്ക് അത്രയും ഫലപ്രദമായ രീതിയിൽ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് ലഭിക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സാധ്യതകൾ നമ്മളത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ നമ്മളത് വിജയിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണക്കൂട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കടമ എന്ന് പറയുന്നത് നമുക്കാണ്. അപ്പോൾ ആ ഒരു പ്ലാനിങ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു ലക്ഷ്യം എപ്പോഴും ഇത് വിജയിക്കണം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്. ആ ഗോളിലേക്ക് എത്താൻ നമുക്ക് ഏതൊക്കെ വിധേന നമുക്ക് പറ്റുമോ അത് നമ്മൾ മാക്സിമം നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാൻ ശ്രമിക്കണം. അപ്പം അതിനിടയിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇത് ആരൊക്കെ കൊണ്ട് വിൽപ്പന നടത്തും, ആരിത് ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ ആരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ശേഖരിക്കുക, പുറത്തു പോയി ശേഖരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ്. ഇപ്പം സോപ്പും സർഫൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആരാണ് ഇത് പോയി എടുക്കുക, അത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വ്യക്തി ആരാണ്, അത് കൊണ്ടുവന്നിട്ട് അത് പ്രൊഡക്ഷൻ അത് ഉൽപ്പാദിപ്പിക്കാൻ ഏതൊക്കെ ടീമുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളതെല്ലാം ഓരോ മാസവും ചെയ്യുമ്പോഴും ഓരോരുത്തരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ ഓരോ പ്രൊഡക്ഷനും ചെയ്യുന്നത്. ഇപ്പൊ 10 വാഴക്കുഴി എടുക്കണമെങ്കിൽ ഞങ്ങൾ ഈ 10 അംഗങ്ങളും ചേർന്ന് ഓരോ വാഴക്കുഴി വീതം എടുക്കും. അപ്പോൾ 10 വാഴ കൊലകൾ ഉണ്ടെങ്കിൽ 10 പേരും അത് വിൽപ്പനയ്ക്ക് തയ്യാറാകുന്ന വിധത്തിലാണ് നമ്മൾ കൊടുക്കുക. ആരെയും നമുക്ക് ഒരു ഇതുമില്ല, അതായത് എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം അതുകൊണ്ട് എനിക്കിന്നത് വിൽക്കാൻ പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താൽ ആ ഡേറ്റിൽ നമ്മളത് മാർക്കറ്റിൽ കൊണ്ടുപോയി അത് വിറ്റിരിക്കണം. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആർക്കും അത് വിട്ടുവീഴ്ചയില്ലാതെ ആ ഒരു പ്രൊഡക്ഷൻ കറക്റ്റായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിനു വേണ്ടി മുതൽ മുടക്ക് നമ്മൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കണമെങ്കിൽ തീർച്ചയായും വിൽക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് കൃത്യമായിട്ട് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കോഴി വളർത്തലാണെങ്കിലും
ഇപ്പം ഒരു വീട്ടിൽ നിന്ന് ഒരു ഡെയിലി നമുക്കൊരു 20 മുട്ടയെങ്കിലും കിട്ടും, അല്ലെ 15-17 മുട്ടയെങ്കിലും കിട്ടും. ആ 17 മുട്ട ഈ ഒരാഴ്ചക്കുള്ളിൽ ഒരു വ്യക്തി വിറ്റിരിക്കണം, അത് നിർബന്ധമാണ്. അത് വിറ്റില്ലെങ്കിലും സ്വന്തമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യും, അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചാർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഗോളിലേക്ക് എത്തുന്നത്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. നമ്മളത് കൃത്യമായ രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളത് നിർണയിച്ചിരിക്കുക, അല്ലെ, എവിടെയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ മുഖേന നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഓൾറെഡി നമ്മൾ ഉണ്ടായിരുന്നു. നമ്മൾ സംരംഭം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ ഏതൊക്കെ വിധത്തിലാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഗോളിലേക്ക് എത്തിക്കാൻ ഏതൊക്കെ കടമ്പകൾ ഉണ്ട് നമ്മൾ ഓൾറെഡി ചാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഈ രീതിയിലാണ് ഇപ്പോഴും സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നത്. കേരള ബാങ്കിൽ നിന്ന് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, പക്ഷെ അത് ആ ബാധ്യതകളെല്ലാം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇൻകത്തിൽ നിന്ന് തന്നെയാണ് തിരിച്ചടയ്ക്കുന്നത്. നമ്മൾ മറ്റ് ആരുടെയും ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെയോ പോക്കറ്റ് മണിയിൽ നിന്നൊന്നും അല്ല, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. അപ്പൊ നമുക്കതൊരു വലിയൊരു ബാധ്യതയായിട്ടും തോന്നില്ല, എന്നാൽ ലക്ഷങ്ങളുടെ ബാധ്യതയാണ്. ഒരു 4 ഗ്രൂപ്പുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് 3 ലക്ഷം രൂപ വീതമാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കണമെങ്കിൽ നമ്മുടെ ആ വരുമാനം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് എന്തിനാണ്, ഇപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും അല്ലാതെ നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും പ്ലാനിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. താങ്ക് യു മിസ്. മിസ് ഞാൻ പറഞ്ഞോട്ടെ? പറയുമ്പോ എന്നാ തന്നെ പറഞ്ഞു. കൊറേ നേരമായല്ലേ. ഓക്കെ, ഗുഡ് ഈവനിങ് മാം, ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ 2 ഇൻസ്റ്റൻസ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, കേൾക്കേണ്ടത് നിങ്ങളല്ലേ. മിസ്സിന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്ന് ജോബ് റിലേറ്റഡ് ആണ്, ഒന്ന് എന്റെ ലൈഫ് റിലേറ്റഡ് ആണ്. ഏത് വേണം ഗൈസ്? മിസ് ഏത് വേണം? ആരും ഒന്നും മിണ്ടുന്നില്ല. ഏത് വേണം? ഏതാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം, ലൈഫിനെ കുറിച്ച് തന്നെ പറഞ്ഞു. ജോബ് ലൈഫ് അമ്മ ചോദിക്കണ്ടായിരുന്നു. ലൈഫ് മതി, അപ്പൊ ഞങ്ങൾക്ക് അറിയാലോ നിങ്ങളെ കുറിച്ച്. അല്ല, ജോബ് എന്ന് പറയുമ്പോ പിന്നെ പ്ലാനിങ് ഓർഗനൈസേഷൻ ഗോളും ആയിട്ടുള്ളതാ. അപ്പൊ മാം തന്നെ പറഞ്ഞില്ല അത് വേണം. ഞാൻ ലൈഫ് ഒരു ഇതായിട്ട് പറയാവേ, കണക്ട് ആവോന്ന് അറിയില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ 2015 എന്റെ കല്യാണത്തിൽ എത്തിയ കാര്യം തന്നെ പറയാം. നല്ല അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയ ഒരു കാര്യമാണ്, ലൈഫിലെ ഒറിജിനൽ ഇൻസിഡന്റ് ആണ് കേട്ടോ. 2015 എന്റെ ഹസ്ബൻഡിനെ ഞാൻ മീറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പം ഫസ്റ്റ് വന്ന സെമ്മില് നമ്മൾ പരസ്പരം കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ. 2014 കോളേജിൽ കയറിയത്. 2015 നമ്മൾ കാണുന്നു, ഫ്രണ്ട്സ് ആവുന്നു, മീറ്റ് ചെയ്യുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ റിലേഷനിലോട്ട് പോകുന്നു. അപ്പോഴത്തൊട്ട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ആ ഒരു ടൈം തൊട്ടേ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരുന്നേ. എങ്ങനെ നമുക്ക് ഇത് വീട്ടില്, അതായത് എങ്ങനെ നമുക്കിനി അടുത്ത എക്സിക്യൂഷൻ എന്താണ്. ശരി, നമ്മളൊരു ലൈഫ് സ്വപ്നം കാണുന്നവരാണ്. ഞാൻ പറയുന്നത് മാഷാഅല്ലാഹ് ഒരു ട്രൂ ലവിന്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ, അഭിമാനത്തോടെ പറയുന്നത്. കാരണം വേറെ കറക്കം അങ്ങനത്തെ ഒരു ഉടായ്പ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, അതിനെന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ നമുക്കൊരു നല്ലൊരു പ്ലാനിൽ തന്നെ എന്താ പറയുന്നത് മുന്നോട്ട് പോവാം. അപ്പൊ പ്ലാനിങ് എന്താണ്? തിങ്കിങ് ബിഫോർ ഡൂയിങ് അല്ലെ. ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോ ശരി, നമ്മൾ 2017 പഠിച്ചു കഴിയുന്നു. അപ്പൊ ആ സമയം വരെ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല കേട്ടോ. എന്നിട്ട് ഇൻഷാല്ല 2017 അൽഹംദുലില്ലാഹ് കംപ്ലീറ്റ് ചെയ്യുന്നു. 2 പേരും ഓൾ പാസ് തന്നെ പഠിക്കും എന്നാണ് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത ഒബ്ജക്റ്റീവ്. ഒരു സെമ്മും ഔട്ട് ആവാതെ 2 പേരും ഓൾ പാസ്സായിട്ട് പാസ്സാവും. ഞാനായിരുന്നു ക്ലാസ് ടോപ്പർ, അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു. അൽഹംദുലില്ലാഹ് ക്ലാസ് ടോപ്പർ ഞാനായിരുന്നു. സെക്കൻഡ് ഹസ്ബൻഡ് തന്നെ ആയിരുന്നു കേട്ടോ, പുള്ളി തന്നെ അത് സെക്കൻഡ് വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ ഓൾ പാസ് ചെയ്തു. 2017 പാസ് ഔട്ട് ചെയ്ത ഞങ്ങള്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാട്ട് എന്നുള്ളത് കഴിഞ്ഞു. വാട്ട് എന്താ? നമ്മുടെ കല്യാണം, അതാണ് നമ്മുടെ സ്വപ്നം. ഓക്കെ, ഇനി എപ്പോഴാണെന്നുള്ള കാര്യം പറയണേ. അങ്ങനെ 2018 നമ്മൾ പറഞ്ഞു നമ്മൾ ജോലിക്ക് കയറിയിരിക്കും. ഞാനും കയറും, ഇക്കായും ശ്രമിക്കണം, 2 പേരും ശ്രമിച്ച് കയറണം. ഓക്കെ, അതും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. പടച്ചോനെയാണ് നമ്മളെ കൂട്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. ബൈ ഹും എന്നുള്ള ചോദ്യം ഞാൻ ദൈവത്തിന് കൊടുത്തു ആ സമയത്ത്. കാരണം നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആണ്. പഠിച്ചോനെ നീ ഞങ്ങളെ കൈവിടല്ലേ എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ എക്സിക്യൂഷൻ ഫുൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു, നമ്മുടെ സപ്പോർട്ട്.
അങ്ങനെ 2018 ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് കയറുന്നു. ഞാൻ ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ, അദ്ദേഹം അക്കൗണ്ടന്റ് ആയിട്ട് കയറുന്നു. ദെൻ ഞങ്ങൾ ഇനി എപ്പോഴാണ് എന്നുള്ളൊരിത്, പുള്ളിക്ക് ഒന്നുമില്ല കേട്ടോ, സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അവര് മിക്സഡ് ആയിട്ട് അച്ഛന്റെ ചേട്ടന്റെ വീട്ടിലൊക്കെ കഴിയുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു ഇതെന്ന് വെച്ചാൽ വാടകയ്ക്കൊരു വീട് കാണിച്ചാൽ മാത്രമേ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എന്റെ വീട്ടിൽ വന്ന് എന്നെ പ്രപ്പോസൽ അങ്ങനെ വെക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ അതിനുള്ളിൽ എനിക്ക് എന്റെ വീട്ടിൽ എന്ത് ചെയ്യണം, കാര്യം അവതരിപ്പിക്കുകയും വേണം, അല്ലെങ്കിൽ നമ്മുടെ ടൈം പോകുന്നു, പെണ്ണ് കാണൽ ആലോചനയൊക്കെ വരും. അങ്ങനെ അതും നമ്മൾ പ്ലാൻ ചെയ്തു. ഇത്ര മാസം നമ്മളെ വീട്ടിൽ അത് അവതരിപ്പിക്കും. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പുള്ളി വീട് റെന്റിനൊക്കെ നോക്കും. അങ്ങനെ ആ ടൈമിൽ ഞങ്ങൾ വീട്ടിൽ ഞാൻ അവതരിപ്പിക്കുന്നു. അതിനുള്ളിൽ തന്നെ എന്താ പറയുന്നത്, അതായത് എങ്ങനെയെന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു ലോൺ ആയിരുന്നു എടുത്തത്. ഒരു ലോൺ എടുത്ത് വീടൊക്കെ സെറ്റ് ചെയ്യുന്നു. ദെൻ വീട്ടിൽ വരുന്നു, പ്രപ്പോസ് ചെയ്യുന്നു. മീൻസ് അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രപ്പോസ് ചെയ്യുന്നു. ആദ്യം പിന്നെ ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്തെ ഉള്ള പോലെ ചില പൊരുത്തക്കേടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ നമ്മളുടെ ആ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ ആ ഒരു ദൈവത്തിന്റെ സപ്പോർട്ടും കൂടെ കൊണ്ട് തന്നെയാണ് അതെല്ലാം സക്സസ് ആയി. 2019 നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നു. ആ ഒരു നമ്മുടെ മിഷൻ മാരേജ് എന്നുള്ള മെയില് എൻഗേജ്മെന്റ്, ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 2019 ജൂണിൽ അച്ചീവ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഫൈനൽ ടാർഗറ്റ്, നമ്മുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ മാരേജ് ആയിരുന്നു. അത് 2020 നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം കോർത്തിണക്കി ഫസ്റ്റ് ജോലിയിൽ നിന്ന് മാറി രണ്ടാമത്തെ ജോലിയിൽ പുള്ളി കയറി, ഞാനും മാറി രണ്ടാമത്തെ ജോലിയിൽ കയറി. ആ ഒരു രീതിയിൽ പിന്നെ ഞാൻ എക്സ്ട്രാ ട്യൂഷനൊക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ചും കൂടെ വീട്ടിൽ നമ്മളിപ്പോഴും സ്ട്രോങ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നിന്ന് കാര്യങ്ങളെല്ലാം ഒരു പരിധിക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ സഹായത്തോടെ October 18, 2020 മാരേജ് നടക്കുന്നു. താങ്ക് യു. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയോന്ന് അറിയില്ല കേട്ടോ, പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് അതായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു ഓൾ. നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തർ പറഞ്ഞപ്പോൾ എനിക്കൊരു ഫീഡ്ബാക്ക് പറയാനുണ്ട്. പക്ഷെ വെയിറ്റ് ചെയ്യുന്ന ഇനിയുണ്ട്, സത്യതയുണ്ട്. സോ എനിക്ക് എല്ലാരും പറഞ്ഞതിലുണ്ടായിരുന്നു ആ ഒരു വാട്ട്, വെൻ, വെയർ, ഹൗ എന്നൊക്കെ പറഞ്ഞു, അതെല്ലാം എല്ലാത്തിലും വരുന്നുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, സഫീത റെഡി ആയിട്ടിരിക്കുക പ്ലീസ്. ഓക്കെ മാം, ഗുഡ് ഈവനിങ് ഓൾ. പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, മുൻകൂട്ടി നമ്മൾ അതിനെ കുറിച്ചൊരു ധാരണയിൽ എത്തും. നമ്മൾ എങ്ങനെ ഏതൊരു കാര്യം നമ്മൾ അത് എങ്ങനെ ചെയ്യണം, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് നമ്മൾ എങ്ങോട്ട് കൊണ്ടെത്തിക്കണം, അതിന്റെ റിസൾട്ട് എന്താണ്, ഇതൊക്കെ നമ്മൾ ഇപ്പൊ തമന്ന പറഞ്ഞ പോലെ തിങ്കിങ് ബിഫോർ ഡൂയിങ്. അവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എവിടേക്ക്, എന്ത്, എങ്ങനെ, എപ്പോൾ, ആരൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവണം എന്ന് ഇതാവുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു കാര്യങ്ങളും തീരുമാനിക്കുക. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്, അതാണ് ഞാൻ എൻ്റെ ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെ ട്രിപ്പാണ് ഒബ്ജക്റ്റീവായി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് പറഞ്ഞാൽ ഡിറ്റർമൈനിങ് ദി കറന്റ് സ്റ്റാറ്റസ് വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാനിപ്പോ പ്ലാൻ ചെയ്തത് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങോട്ട് പോകണം എന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ സാഹചര്യങ്ങൾക്കും ഇപ്പോഴത്തെ ക്ലൈമാറ്റിന്റെയും ഇതിന്റെ ഒക്കെ അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് എവിടേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഡിറ്റർമൈനിങ് പ്ലാനിങ് പ്രിമൈസസ്. അതായത് എൻ്റെ കൂടെ ഇപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ ഉപ്പ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ഇവരൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു പ്ലേസ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അസുഖമുള്ളവരുണ്ടാവും. അപ്പൊ നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് മാക്സിമം ബുദ്ധിമുട്ടൊന്നും വരരുത്, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ അവിടെ ആ പ്ലേസ് തീരുമാനിക്കുക. പിന്നെ തന്നെ ഐഡന്റിഫൈങ് ആൾട്ടർനേറ്റീവ്. അതായത് നമുക്ക് ഒരുപാട് വേസ് പോവാനുള്ള ഒരുപാട് വഴികളുണ്ടാവും. ഇപ്പൊ നമുക്ക് കാറ് വഴി പോവുക, ട്രെയിൻ യൂസ് ചെയ്യുക, എയറോപ്ലെയിൻ യൂസ് ചെയ്യുക, അതൊക്കെ യൂസ് ചെയ്യുക. അത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബഡ്ജറ്റ്, ഞാൻ ഫിക്സ് ചെയ്ത ബഡ്ജറ്റിന് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യും. പിന്നെ അതന്നെയാണ് ചൂസിങ് ആൻഡ് ആൾട്ടർനേറ്റീവ് പിന്നെ പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ എൻ്റെ വീട്ടിലിപ്പോ ഒരു ഡ്രൈവർ ഉണ്ട്. അപ്പൊ എനിക്ക് അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്കാണ് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കാറാണ് യൂസ് ചെയ്യുള്ളൂ. അതാണ് എനിക്ക് നമുക്ക് വാടക കൊടുക്കണ്ട, വേറെ ഒരാളെ നിർത്തണ്ട. അപ്പൊ അതാണ് അവിടെ വരുന്നത്. പിന്നെ ഫോർമുലേറ്റിംഗ് സപ്പോർട്ടീവ് പ്ലാൻസ്, അതായത് നമുക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അതായത് സ്റ്റേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള, പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കരുതുക. അതുപോലെ നമ്മൾ
കുട്ടികൾക്ക് ഡ്രസ്സുകളും അതുപോലെ കുട്ടികൾക്ക് മരുന്നുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കരുതി വെക്കാനുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ഇംപ്ലിമെന്റ് ദി പ്ലാൻ. ഇപ്പൊ ഞാൻ സ്ഥലം ഫിക്സ് ചെയ്തു, ഇതിന്റെയൊക്കെ ബേസിൽ എല്ലാ കാര്യത്തിന്റെയും ബേസിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ എന്നറിയില്ല, ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യണത് തലേ ദിവസം പ്ലാൻ ചെയ്തിട്ടാണല്ലോ. രാവിലെ എത്ര മണിക്ക് എണീക്കണം, രാവിലെ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ എത്ര മിനിറ്റ് കൊണ്ട് ചെയ്യണം. ഞാൻ പൊതുവെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആളാണ്. അപ്പൊ 7 മണിക്ക് എണീറ്റ് 8:30 മോന് പോകണം. അപ്പൊ അതിന്റെ ഉള്ളിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അതിന്റെ ഉള്ളിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാം പോവും. അപ്പൊ ഞാനൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിന്റെ ഇടയിൽ എന്നെ ആര് വിളിച്ചാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. അപ്പൊ എന്താണ്, രാവിലെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണം, മോന്റെ കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ഹസ്ബൻഡാണ് ചെയ്യുക. ചെറിയ ഫുഡ് കൊടുക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതേപോലെ മോൻ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഉണ്ട്. അതൊക്കെ ദിവസം നടക്കുന്ന സംഭവങ്ങളാണ്. ദെൻ എന്താണ്, മോൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉച്ചയ്ക്ക് കൊണ്ടുപോവുക. അപ്പൊ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ദെൻ 11:30 ക്ലാസ് ഉള്ളത്. അപ്പൊ 11:30 മുന്നേ ഫുഡ് ഉണ്ടാക്കണം. ദെൻ നമ്മുടെ ബാത്തിങ് അങ്ങനത്തെ സംഭവങ്ങൾ അതെല്ലാം ചെയ്ത് 12:30 വരെ ക്ലാസ് ഉണ്ട്. 12:30 കഴിഞ്ഞ് 1 മണിയാകുമ്പോഴേക്ക് പിന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ. അപ്പൊ കുറച്ചു നേരം ആ ഗ്രൂപ്പിൽ ഇരിക്കും. അത് കഴിഞ്ഞ് 1 മണിക്ക് ഫുഡ്, പിന്നെ കുറച്ചു നേരം റെസ്റ്റ് ആണ്. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മോൻ ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ എനിക്ക് ബെറ്റർ. 3:30 ആകുമ്പോൾ മോൻ വന്നു കഴിഞ്ഞാൽ മോന് പിന്നെ ഫുഡ് കൊടുക്കണം. അവൻ LKG ആയിട്ടുള്ളൂ, എന്നാലും ABCD ഒക്കെ ചുമ്മാ ഒന്ന് അവനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതിപ്പിക്കും. ദെൻ പിന്നെ അവനെ പ്ലേ ടൈം ആണ്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേപോലെ ഞാനും അവന്റെ കൂടെ ഇറങ്ങും. ഞങ്ങൾ ഞാൻ ഇതിന്റെ ഒരു ക്വാർട്ടേഴ്സിലാണ്, ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കമ്പനി ക്വാർട്ടേഴ്സിലാണ്. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവൻ കളിക്കുന്ന കൂട്ടത്തില് പാരന്റ്സ് എല്ലാവരും കുട്ടികൾ കളിക്കുന്നതും കാണും. ദെൻ ഞങ്ങള് ഒരു നടത്തവും. ദെൻ വൈകുന്നേരം ഹസ്ബൻഡ് വരുമ്പോ എല്ലാവരും വീട്ടിലേക്ക് കയറും, ചായ കുടിക്കും. ദെൻ പിന്നെ ഒരു കുറച്ചു നേരം ഫാമിലി ടൈം ആണ്. ദെൻ പിന്നെ ഫുഡ് കഴിക്കുക, കിടക്കുക, അങ്ങനത്തെ. അത് പിന്നെ പഠിക്കാനുണ്ടെങ്കിൽ മോൻ ഉറങ്ങിയതിന്റെ ശേഷമാണ് ഹസ്ബൻഡിനും പ്രൊമോഷന്റെ ടെസ്റ്റിനുള്ള പഠിത്തം. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്ലാനിങ് ആണ്. ഇനി എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ അപ്പോഴും ഇതെന്ത് ചെയ്യണം, നമ്മള് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ്. അതേപോലെ ഞാൻ ഒന്നുകൂടി മനസ്സിൽ വിചാരിച്ചത് ഈ മാരേജ് ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് ആ മാരേജിലേക്ക് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഇൻവിറ്റേഷൻ, ഓഡിറ്റോറിയം, സ്റ്റേജ്, അങ്ങനത്തെ പാരന്റ്സിന്റെ. എനിക്ക് ഒരു സിസ്റ്റർ ആണുള്ളത്, അപ്പൊ എൽഡർ സിസ്റ്റർ ആണ്. അപ്പൊ എന്റെ അമ്മയും അച്ഛനും കൂടിയിട്ടായിരുന്നു എന്ത് ചെയ്യാ ഈ കല്യാണം മൊത്തം ചെയ്തിരുന്നത്. വേറെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ വേറെ വഴിക്കായിരുന്നു. അപ്പൊ ദിവസം രാവിലെ ഒരു പ്ലാനിങ് ആണ്. ഇന്ന് നീ ഈ വഴി പൊക്കോ, ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ അമ്മോട് പറയും റൈറ്റ് സൈഡ് അമ്മ. അങ്ങനെ അതൊരു പ്ലാനിങ് ആണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു. സമയം പോലെ. ഓക്കെ, anyone else? പറയട്ടെ മാം. 2 minutes അല്ലേ? ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന ഗോള് ദോശ സാമ്പാറാണ്. ഇന്ന് യെസ്റ്റർഡേ ഡിറ്റർമൈൻ ചെയ്യും. അതിനെക്കുറിച്ച് അവെയർ ആവും. ഹൗ ടു മേക്ക് അനലൈസ് ചെയ്യും. അവൈലബിൾ ആയവ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പോ മുരിങ്ങാക്കോലില്ല, പകരം ചേമ്പന്തണ്ടി യൂസ് ചെയ്യും. മെറ്റീരിയൽ റിസോഴ്സ് നോക്കും. ടുമാറോ ഇംപ്ലിമെന്റ് ചെയ്യും. ദോശ ആൻഡ് സാമ്പാർ റെഡി. ഗോൾ അച്ചീവ് ആകുന്നത് സൂപ്പർ അമ്മ എന്ന് കേൾക്കുമ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ആ കൊള്ളാം. ഓക്കെ, എന്റെ പ്ലാനിങ് കഴിഞ്ഞു. Very clear, right? Simple and humble. Thank you, ma'am. Thank you all. ഓക്കെ, സോ പലരും ഇന്റലക്ച്വൽ ആയിട്ടും ഇമോഷണലി ആയിട്ടുമാണ് പ്ലാനിങ് എല്ലാം പറഞ്ഞത്. എന്റെ പ്ലാനിങ് തെറ്റിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. രാവിലെ ചെടി നനയ്ക്കാനായിട്ട് പോയി. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 minutes വെച്ചു. കാരണം ക്ലാസ് എടുക്കാൻ വരണം 10:30. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വർത്താനം പറയാൻ വന്നത്. അവിടെ 5 minute പോയി. പിന്നെ ക്ലാസ്സിൽ ഞാൻ അറിയായിട്ട് കയറണ്ടാവും. പ്ലാനിങ് തെറ്റുന്നത് നമ്മളുടെ പ്ലാനിൽ ഇല്ലാത്ത കാര്യം വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഷെഡ്യൂൾ മൊത്തം തെറ്റുന്നു. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. കാരണം എല്ലാവരുടെയും പ്രസന്റേഷനിൽ നിന്നും ഐ തിങ്ക് യു ഗോട്ട് ഓൾ ദ ഡീറ്റെയിൽസ് ക്ലിയർലി. നല്ല പിക്ചർ ക്ലിയർ ആയില്ലേ വാട്ട് ഈസ് മെന്റ് ബൈ പ്ലാനിങ്? ഇനി ഈ PDF നോക്കി വെറുതെ സമയം കളയണോ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാരും എല്ലാ ദിവസവും പ്ലാൻ ചെയ്യുമല്ലേ?
അല്ലേ? അത്രേ ഉള്ളൂ. ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടികളുടെ എക്സാം ടൈം ആവുമ്പോൾ നമ്മുടെ പ്ലാനിങ്ങിന്റെ രീതി മാറും. റൈറ്റ് മാം? എന്തോ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു കാര്യമാണ് പ്ലാനിങ്ങിന്റെ. ഇപ്പം മാം തന്നെ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടല്ലോ മാഗസീൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. ഫസ്റ്റ് തന്നെ അതെ, ഞങ്ങൾ എല്ലാവരും ഇപ്പം പ്ലാനിങ് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ക്ലിയർ ഒരു പിക്ചർ കിട്ടാത്തതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കുന്നതിന്റെ ഒരു ലെവലിൽ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. പ്ലാനിങ് സ്റ്റേജ് ആണ്, ശരിക്കും കറക്റ്റ് പ്ലാനിങ് സ്റ്റേജ് ആണ് ഇപ്പോൾ. മാഗസീൻ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഗോള്. അത് ആർക്കൊക്കെ എന്തൊക്കെ കഴിവുകളുണ്ട്, ഓരോരുത്തരും അവരവരുടെ കഴിവുകളൊന്ന് പ്ലാൻ ചെയ്ത്, സ്റ്റോറിയാണോ അല്ലെങ്കിൽ കവിതയാണോ അല്ലെങ്കിൽ റൈംസ് ആണോ അങ്ങനെ സ്ക്രിപ്റ്റ് ആണോ, അതിൽ ഓരോരുത്തരും അവരവരുടെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇത് കറക്റ്റായിട്ട് അത് തീരുമാനിച്ച് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എല്ലാവരും അതിൽ പങ്കാളികളാവുകയും വേണം. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ നിന്ന് എല്ലാവരും അവരവരുടേതായ കോൺട്രിബ്യൂഷൻ ഇട്ട് അത് ഒരു നല്ലൊരു മാഗസീൻ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രകാശനം ചെയ്യാന്നുള്ള ആ ഒരു പ്ലാനിങ്, അതാണ് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി മാം. താങ്ക് യു മാം. മാം, ഞാൻ അതുപോലെ ഒരു ചെറിയൊരു ഒരു ഇൻസിഡന്റ് എനിക്കിങ്ങനെ എല്ലാരും പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര പറയണം എന്നുള്ളൊരു ഇത്. ഞാൻ പിന്നെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയണോ വേണ്ടോന്ന് വിചാരിച്ച് കുറെ ചിന്തിച്ചതായിരുന്നു. എന്നിട്ട് പിന്നെ വേണ്ടെന്ന് വിചാരിച്ച കാര്യം. പക്ഷെ എനിക്കിപ്പം പറയണം എന്നൊരു ആഗ്രഹം. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു 2010 ഖത്തറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് മൊബൈൽ ഷോപ്പിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ ടൈം ജോലിയാണ്, എല്ലാ ദിവസവും വർക്കാണ്. ആകെ ഭക്ഷണത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ മാത്രം, അങ്ങനെ പള്ളിയിൽ പോകാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇന്റർവ്യൂകൾ മാത്രമേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേങ്കിൽ അതിനുള്ള വരുമാനമോ അതിനുള്ള കാര്യങ്ങളോ ഒന്നും ഹസ്ബൻഡിന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒന്നും വീട്ടിലാണെങ്കിൽ ഒരുപാട് ബാധ്യതകളും ഉണ്ടായിരുന്നു. ബാധ്യതകൾ എന്ന് പറയുന്നത് അങ്ങനെ വലിയ ബാധ്യതയല്ല, വീടെടുക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇത് അല്ല. പക്ഷേങ്കിൽ ആ സമയത്തും ഹസ്ബൻഡ്, എന്നിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2014 2014 കല്യാണം കഴിയുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വർഷത്തിനുള്ളിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇങ്ങനെ ആ 3 വർഷത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ, 3 വർഷത്തിന് ശേഷം നമുക്കൊരു. പക്ഷെ ആ സമയത്തും ഹസ്ബൻഡ് മൊബൈൽ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിലൊരു 6 മാസത്തോളം, കല്യാണം ഇങ്ങനെ ഒരു 5 മാസത്തോളം നാട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും മൊബൈൽ ഷോപ്പിൽ 1.5 കൊല്ലം ഇവിടെ വന്നിട്ട് മൊബൈൽ ഷോപ്പ് തന്നെ. ആ സമയത്തും ഹസ്ബൻഡിന്റെ പ്ലാനിങ്ങിൽ ഒരു ബിസിനസ് എന്നുള്ള തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നോട് എപ്പോഴും പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ, നിങ്ങൾ ഈ ഒരുപാട് ചിന്തിക്കല്ലേ, നമുക്ക് ചെയ്യാം, പക്ഷെ എങ്കിൽ കുറച്ചുകൂടി അതിനുള്ള ഇതുണ്ടാവട്ടെ. അതിനുശേഷം ഹസ്ബൻഡ് ഒരു CCTV കമ്പനിയിലേക്ക് മാറി. ആ സമയത്ത് ഒരു CCTV കമ്പനി എന്നുള്ളൊരു ഓപ്ഷൻ വന്നു മനസ്സിൽ. പക്ഷെ ആ സമയത്തും ഞാൻ പറഞ്ഞു ഇത്രയും, എന്നിട്ട് സാലറി പ്രൊമോഷനായി, സാലറി കൂടി, കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള സാലറി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും സാലറി വെച്ചിട്ട് ഒരു ബിസിനസ്സിലേക്ക് പെട്ടെന്ന് ഇറങ്ങാന്ന് പറയുന്നത് ബുദ്ധിമോശമാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ. ഇല്ല, ഞാൻ ഇറങ്ങണം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 2 വർഷം. പിന്നെ ആ ജോലി കൊറോണന്റെ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് ആ CCTVയുടെ കമ്പനിയുടെ ജോലി പോയി. എന്നിട്ട് 8 മാസത്തോളം നാട്ടിൽ നിന്നു. പിന്നെ നാട്ടിൽ നിന്ന സമയത്തും വെറുതെ നിന്നിട്ടുണ്ടായിരുന്നില്ല. റെയിൻകോട്ടിന്റെ ബിസിനസ്, അങ്ങനെയുള്ള ബിസിനസ്സിലേക്കാണ് ആകെ താല്പര്യം ഉണ്ടായിരുന്നത്. റെയിൻകോട്ടിന്റെ ബിസിനസ്, എറണാകുളത്ത് നിന്ന് മെറ്റീരിയൽസ് എടുക്കും, എന്നിട്ട് റെയിൻകോട്ട് ഇങ്ങനെ ഹോൾസെയിലായിട്ട് വിൽക്കും. മഴ സീസണുമാണ്, കൊറോണന്റെ സമയത്ത് മാസ്കിന്റെ പരിപാടി, അങ്ങനെയുള്ള പരിപാടികളായിട്ട് പോരും. എന്നിട്ട് 8 മാസത്തിന് ശേഷം ഇവിടെ വന്നു. കയ്യിൽ ഒറ്റ പൈസയൊന്നും ഇല്ലാതായിരുന്നു. ഇങ്ങോട്ടേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫ്രീലാൻസ് ആയിട്ട് CCTVയുടെ പരിപാടി തുടങ്ങി. കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ട്, അറബികളായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ട്, ഭാഷ അറിയാം, അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, ഇങ്ങനെ കുറച്ച് ഭാഷകളിൽ നല്ല പരിജ്ഞാനമുണ്ട്. അല്ലാണ്ട് വേറൊന്നും കൈമുതലായിട്ടില്ല. ഫ്രീലാൻസ് ആയിട്ട് ആള് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ആ കമ്പനിനെ, മുമ്പ് വന്ന കമ്പനിയെ തന്നെ വിളിച്ചു, ഒന്നുകൂടി ഇവിടെ തന്നെ റീജോയിൻ ചെയ്തോ,
കാരണം ഈ ഫ്രീലാൻസ് ആയിട്ട് കുറെ വർക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പം കമ്പനിയിലേക്ക് തന്നെ ഒന്നുകൂടി വെച്ചു. ആ കമ്പനി ഇല്ലെന്ന സമയത്ത് തന്നെ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്, ആ സമയത്ത് ഏകദേശം ഞങ്ങളുടെ കല്യാണം ഇങ്ങനെ 7 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ വരുന്ന സമയത്ത് 15,000 റിയാൽ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ പെർമനന്റ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഹസ്ബൻഡിന് അത്രത്തോളം സാലറി ഇല്ല. അപ്പം ഇവരുടെ കസിൻ്റെ തന്നെയാണ് കമ്പനി. ഇവര് 6 മാസം വരെ 6 മാസത്തില് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. 6 മാസം 15,000 റിയാല് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇവർ ഓരോ മാസവും ഇവരിട്ട് കൊടുക്കും, തിരിച്ച് അതുപോലെ കുറച്ച് ദിവസം ആ അക്കൗണ്ടിൽ വെച്ചിട്ട് ആ പൈസ അതുപോലെ തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ വെക്കും, വീണ്ടും ഇട്ട്. അങ്ങനെ 6 മാസത്തിന് ശേഷം എനിക്ക് പെർമിറ്റ് ഇവിടെ ഖത്തറിലെ RP കിട്ടി. ഞാൻ ഇവിടെ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്തു. അവരുടെ 10 വർഷത്തെ പ്ലാനിങ്ങിലാണ് ഇപ്പം ബർസാൻടെക് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ CCTVയുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ അൽഹംദുലില്ലാ 3 കൊല്ലായി. ഇപ്പൊ എന്നിട്ട് വേറൊരു കമ്പനിയിലേക്ക് ഇപ്പത്തെ കമ്പനിയുടെ ലാഭത്തിൽ ഇപ്പം ഖത്തർ എന്ന് പറയുന്നത് വേൾഡ് കപ്പിന് ശേഷം ഭയങ്കരമായിട്ട് എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടുന്ന സമയത്താണ്. ആ സമയത്ത് പോലും ഇവരുടെ എഫേർട്ടും ഹാർഡ് വർക്കും ഒക്കെ എടുത്തിട്ട് പ്ലാനിങ് തന്നെയാണ്. എന്ത് എങ്ങനെ എപ്പോ ആർക്ക് വേണ്ടി ഇവർക്ക് കറക്റ്റ് ആ കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ ചെയ്തിട്ട് ഇപ്പൊ അൽഹംദുലില്ലാ റൺ ചെയ്യുന്നു. എനിക്കിത് പറയണമെന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ ബാക്കോട്ടേക്ക് വിളിച്ച് പറയണോ വേണ്ടോന്നുള്ളത്. പക്ഷെ എങ്കിൽ ഇതൊരു മോട്ടിവേഷനും കൂടിയാണ്. ഒന്നും ഇല്ലാത്തടത്ത് നമുക്ക് ഇങ്ങനെയും വരാം എന്നുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പ്രൗഡാണ് എൻ്റെ ഹസ്ബൻഡിൽ. അൽഹംദുലില്ലാ. താങ്ക് യു മാം. സോ ഓക്കെ, എല്ലാവരുടെയും പൊട്ടൻഷ്യൽ, പാർട്ട്നേഴ്സിന്റെ പൊട്ടൻഷ്യൽ, കുട്ടികളുടെ പൊട്ടൻഷ്യൽ ഒക്കെ നമ്മൾ കണ്ടു. ഈ പ്ലാനിങ്ങിൽ കണ്ട മുഴുവൻ റിഫ്ലക്ഷൻസ് അതായിരുന്നു. പൊട്ടൻഷ്യൽ ഓഫ് ഓൾ ദ പേഴ്സണാലിറ്റീസ്. ഓക്കെ, സെയിം തന്നെ. എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ, ഐ എം വെരി സോറി. പറഞ്ഞല്ലോ ലൈഫ് പാർട്ട്ണർ ഇങ്ങനെ പഠിച്ച് ഞാൻ ഈ ഒരു ടൈം ആകുമ്പോൾ ആരായിരുന്നു പറഞ്ഞത്? ഐ ഡു റിമെമ്പർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സേ. ആണോ? ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഓർക്കുമായിരുന്നു. സോ ഐ തിങ്ക് പ്ലാനിങ് ഈസ് വെരി മച്ച് ക്ലിയർ നൗ. So we just used this whole day, all our time for planning. So we can do one thing. We have left out organizing, directing, controlling, evaluating. So similarly, you can connect organizing and organizing, directing, controlling, and evaluating then in the next session. Or we can start with organizing. നമുക്ക് start ചെയ്തു വെക്കാം organizing. Okay. So നിങ്ങളൊന്ന് read ചെയ്യൂ. We have 3 or 4 minutes. So just on the read ചെയ്യൂ. ഞാൻ scroll ചെയ്തു വെക്കാം. ഓക്കെ, റീഡ് ചെയ്തോളൂ. നമുക്ക് നോക്കാം ടൈം പറ്റും നോക്കാം.
കഴിഞ്ഞു. So, yes. Yes, Divya. Okay. So, ഓർഗനൈസിങ് ആ ഒരു ഓർഡർ ഫോം ചെയ്യുന്ന അല്ലെ, ഒരു മീൻസ് ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊരു ഹോസ്റ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു, നമ്മളൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലൊരു എക്സ്ട്രാ റൂം പണിത് കഴിയുമ്പോൾ അതിൽ പിന്നെ എന്ത് ഓർഗനൈസ് ചെയ്യണം, അവിടെ എന്താണ് അല്ലെ. ഓർഗനൈസർ എന്ന പേരിലാണ് പലപ്പോഴും പല ക്യൂരിയോസ് അല്ലെങ്കിൽ ഷോപ്പീസസിനെ ഒക്കെ പറയുന്നത് അല്ലെ. ഓക്കെ, അത് ഓർഗനൈസിങ്ങും അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ്സും യു ക്യാൻ റീഡ്, സമയം പോലെ നിങ്ങളൊന്ന് വായിക്കുക, എന്നിട്ട് ജസ്റ്റ് കണക്ട് വിത്ത് എനിത്തിങ് വിച്ച് ഈസ് വെരി കോമൺ ഇൻ ആൻഡ് അറൌണ്ട്, അങ്ങനെയുള്ളതുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിൽ വിചാരിച്ചൊന്ന് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഫുൾ ഫിനിഷ് ചെയ്യാം. ശരി, ഒന്ന് സ്പീഡിൽ പോകുന്നതല്ല, വാട്ട് യു പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഫ്രം ഓൾ ദിസ് തിങ്സ്. ഒരു എക്സാമ്പിൾ പറയട്ടെ മാം. പറയൂ. നമ്മളിപ്പോ കിടക്കുന്നതിന് മുമ്പ് വീടിന്റെ അവസ്ഥ വളരെ മെസ്സിയായി കിടക്കും. ഒരാൾ ഓരോ 3 മുട്ടുള്ള വീടാണെങ്കിൽ ഒരാളുടെ ബുക്ക് ഷെൽഫ് കറവറ കിടക്കണ്ടാവും. എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ കറവറ കിടക്കണ്ടാവും. ഹാളാണ് TV കണ്ട ഭാഗം കിടക്കണ്ടാവും. ഇതിൽ പറയുന്ന പോലെ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾ ഓരോരുത്തരും ഓരോന്ന് ചെയ്യാം അല്ലെ. ഓറിയന്റേഷൻ ടുവേർഡ്സ് ഗോൾ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് വൺ, കമ്പോസിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. അതായത് ഓരോരോ ഗ്രൂപ്പായിട്ട് ഓരോ ആളെ 3 ഭാഗത്ത് 3 ജോലിക്കായിട്ട് പോവുക. ഡിസ്ക്രിമിനേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതന്നെയാണ്, ഡിഫറെന്റ് ടാസ്ക് ആണ് അല്ലെ. അതായത് ബുക്സ് ഷെൽഫിൽ കൊണ്ടുവയ്ക്കുക. പോരാതെ ഇപ്പം പസിൽസ് ആണ് കളിച്ചതെങ്കിൽ അത് ആ ബോക്സിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ അതൊക്കെ ചെയ്യുക. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഈച്ച് അതർ വർക്ക് ടുഗദർ അല്ലെ, ഒന്നിച്ച് സഹകരിച്ച് ചെയ്യുക. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതന്നെ ഡിറ്റർമൈൻ സ്പാൻ ഓഫ് കൺട്രോൾ ഡിറ്റർമൈൻ റിലേഷൻഷിപ്പ്, എല്ലാവരും കൂടി ചെയ്ത് ഫൈനൽ പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഇതിന്റെയൊക്കെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വീട് വളരെ ഭംഗിയായി, അതായത് പസിൽസ് ഒരു ഭാഗത്തായി, ഡൈനിങ് ടേബിൾ വൃത്തിയായി, കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്തു, എല്ലാവരും വൃത്തിയായി കിടക്കാൻ പോയി. മോർണിംഗ് എണീക്കുമ്പോൾ നല്ലൊരു എനർജിയോടെ നല്ലൊരു മോർണിംഗ് ആയിരിക്കും. അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഡിവിഷൻ ഓഫ് വർക്ക് അല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുവാണ് ആലോചന, എവിടെ നിന്ന് തുടങ്ങും? അതെ, ഹെഡേക്ക് ആണ് ശരിക്കും. സോ വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഐ വാസ് വെരി ആൻഷ്യസ് അബൌട്ട് ദിസ് PG കണ്ടന്റ്സ്. കാരണം അത്രയും ഡ്രൈ ആണ്. ഹൗ ഐ ക്യാൻ ഡു ദിസ്, ബട്ട് യു പീപ്പിൾ മെയ്ഡ് മീ വെരി മച്ച് റിലാക്സ്ഡ് ആൻഡ് റിലീവ്ഡ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ലവ് യു ഓൾ. മിസ് തന്നെ സൈൻ ഔട്ട് പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു. പറയൂ പ്ലീസ്. മിസ്സിന്റെ ക്ലാസ് ഒരു പ്രത്യേക എനർജിയാണ്. ഞാൻ പൊതുവെ പണ്ട് ട്യൂഷനും അതൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒരു 6 വർഷമായിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ട്. കടയിൽ പോയി സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ തന്നെ ഞാൻ എന്റെ കൈയൊന്നും ഇങ്ങനെ വിറയ്ക്കുക. അങ്ങനത്തെ ഒരു പറയാനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പിന്നാക്കം നിൽക്കണത്. പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടില്ലേ പറഞ്ഞു പോവും. ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടാണെങ്കിലും പറയാനുള്ളൊരു അത് മാമിനോടുള്ള ഇഷ്ടം കൂടിയാണത്. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അയാൾ എന്ത് തെറ്റ് ചെയ്തായാലും നമ്മളെ അത് ഇഷ്ടപ്പെടൂല. അല്ല, ഞാൻ മാമിനല്ല ഉദ്ദേശിച്ച്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നാ ഉദ്ദേശിച്ച്. അതേപോലെയാണ് മാമിന്റെ ക്ലാസ്. ഇപ്പൊ നമുക്ക് എന്താണ് പറയാൻ എല്ലാവർക്കും ഇപ്പൊ ഇതിൽ ഒരുപാട് പേർക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഒരു ടോപ്പിക്കിനെ പറ്റി എല്ലാവരും കൂടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം പോകുമല്ലോ. പക്ഷെ മാമിന്റെ ക്ലാസ് ഒരു എനർജിയാണ്. അപ്പൊ ഞങ്ങൾക്ക് MT8 മാമിന്റെ ക്ലാസ് വന്നപ്പോൾ പിള്ളേർക്ക് എല്ലാവരും ഒരേ തന്നെ പറഞ്ഞു മാമിന്റെ ക്ലാസ്സിനെ പറ്റി. ആ ചിരിച്ച ഫേസ് എപ്പോഴും. അത് ഞങ്ങളുടെ ഒരു പ്ലാനിങ് ആയിരുന്നു മാം.
മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോഴേ സാറോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, എങ്ങാനും ഏതെങ്കിലും ടീച്ചർ മാറുകയാണെങ്കിലും ഞങ്ങൾക്ക് ജിഷ മാമിനെ ഒന്ന് ഇടണേ, ആ കുട്ടികൾക്ക് കൂടി കിട്ടണേന്ന്. സത്യം ഞങ്ങളുടെ നല്ലൊരു പ്ലാനിങ് ആയിരുന്നു. അത് നടന്നു. പ്രാർത്ഥിച്ച് നടത്തിയതാണ്. താങ്ക് യു സോ മച്ച്. സോ ഐ താങ്ക് യു മാം. ഹെൽത്ത് എനിക്ക് വീണ്ടും അവസരം തന്നതിന് ഞാനിങ്ങനെ പറയേണ്ട വെച്ച കാര്യം മനസ്സിൽ വെച്ച കാര്യം അതൊക്കെ പുറത്തേക്ക് പറയാനുള്ള അവസരം കുറെ തന്നതിന്. പേർക്ക് ഉള്ളിൽ കുറെ ഇങ്ങനെ ഇരിക്കണം, കുറെ പേര് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. കുറെ അത് തന്നെ എല്ലാരും പറയാൻ അവസരം കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചത് മാമിന്റെ ക്ലാസ്സിലായിട്ട് പുറത്ത് വന്നു തോന്നുന്നു. താങ്ക് യു മിസ് ഫോർ ഗിവിംഗ് ചാൻസ്. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ബൈ. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Good night, ma'am. Thank you. See you tomorrow. കാണുമോ അറിയില്ല. Tomorrow അശ്വതി മിസ്. മിസ്സേ ഞാനേ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു 2 മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ PG ഇതുണ്ടല്ലോ, PG-യുടെ ഈ രണ്ടും നമ്മുടെ ഈ എഡ്യൂക്കേഷൻ മാം എടുക്കുന്നതും പിന്നെ അശ്വതി മിസ്സിൻ്റെതും, നമുക്ക് ഇതിന്റെ എക്സാം ഒബ്ജക്റ്റീവ് തന്നെയാണോ അല്ലേ? നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒബ്ജക്റ്റീവ് എക്സാം തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ വൈവ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് വൈവ നടത്തും. നിങ്ങളെ നല്ല പോലെ യു വിൽ ഫീൽ ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു ഓഫ്ലൈനിന്റെ അതേ ഫീൽ കിട്ടുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റീസും ഇതുപോലെ ഇന്ററാക്റ്റീവ് സെഷനും വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ വൈവ സെഷനും അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നെ വെക്കും. എന്താണ് പ്ലാനിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഇന്ററാക്ട് ചെയ്ത് തന്നെ ചെയ്യിപ്പിക്കും അല്ലേ? അതെ അതെ. ഇപ്പോ കുറെ പേര് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞ് ഐ നോ ദം വെൽ, ബട്ട് വൈവ ടൈമിൽ ഓരോരുത്തരും എനിക്ക് ഇൻഡിവിജ്വലി കിട്ടുമല്ലേ, ഞാനങ്ങ് പുറത്ത് ചാടിക്കും. അങ്ങനെ ആ ഒരു ഉദ്ദേശം. അപ്പൊ നമ്മള് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാ, വേറെ എഴുതി തിയറി ഒന്നും ഇല്ല. അതിന് പകരമാണ് ഞാൻ അസൈൻമെന്റ്സ് തരുന്നത്. നമ്മുടെ ഈ 4ഉം 5ഉം ഉണ്ടല്ലോ മൊഡ്യൂള്, അത് PG സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എക്സാം വരുമ്പോ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇത് രണ്ടും 2 സബ്ജക്ട് ആക്കിയിട്ടുണ്ട്. 4 ഒരു സബ്ജക്ട്, 5 ഒരു സബ്ജക്ട്. അപ്പൊ ആ സബ്ജക്ട് വൈസ് തന്നെയായിരിക്കും എക്സാം. ഒരു സബ്ജക്റ്റിന് മെയിൻ എക്സാമിന് ഉദ്ദേശിക്കുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ് ഒരു സബ്ജക്ട്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് ആണ്, ആൻസറിന് 2 മാർക്സ് ആണ്. സാധാരണ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ചെയ്യുന്ന MCQന് 1 മാർക്കാണല്ലോ. നമ്മുടെ മെയിൻ എക്സാം വരുമ്പോ ഒരു സബ്ജക്റ്റിന് മാക്സിമം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ 50 ക്വസ്റ്റ്യൻസിൽ ഓരോന്നിനും 2 മാർക്സ് ആയിരിക്കും ഓരോ ആൻസറിനും. 100-ലായിരിക്കും എല്ലാ സബ്ജക്റ്റും. അതിന്റെ സെറ്റപ്പ് നിങ്ങൾക്ക് ക്ലാസ് റൂം ചാനലിൽ തരും. നേരത്തെ ആരോ പറഞ്ഞു എല്ലാ മൊഡ്യൂളും കൂടി ഒരുമിച്ചാണ് എക്സാം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടായത് കാരണം സബ്ജക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് PG വേറെ അല്ലേ, അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ സംശയം. നാളെ ക്ലാസ് റൂമിൽ സബ്ജക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാ ബാച്ചിലും ഇട്ട് കൊടുക്കാൻ ഞാൻ പറയാം. ഇത് ഓരോ സബ്ജക്റ്റിനും എന്റെ പേര് ഷമീമ എന്നാണ്. ഞാൻ ബഹ്റൈനിൽ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഈ PG ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ബാച്ചിലുള്ള കുട്ടികളും ഉണ്ടാവുമല്ലോ. അവര് ഡിപ്ലോമ കഴിഞ്ഞിട്ട് അല്ലേ ഇപ്പൊ PG കയറിയിരിക്കുന്നത്? ആക്ച്വലി എന്റെ ഒരു സജഷൻ അതായിരുന്നു. ഡിപ്ലോമ കഴിഞ്ഞിട്ടെന്നല്ല, ഇവര് മോഡ്യൂൾ 1, നമ്മുടെ മോഡ്യൂൾ 1 ഇല്ലേ, മോഡ്യൂൾ 1 കഴിഞ്ഞ ബാച്ചിനെ മാത്രം PGക്ക് അഡ്മിറ്റ് ചെയ്യണം എന്നായിരുന്നു സജസ്റ്റ് ചെയ്തത്. സംഭവം നിങ്ങളുടെ ഒരു അഡ്മിഷന്റെ ടൈമില് ഓൾറെഡി സാറ് പറഞ്ഞു പോയി ഈ ഒരു ടൈമിൽ PG സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ മോഡ്യൂൾ 1 കഴിഞ്ഞ കുട്ടികൾക്ക് അത് അറിയാം, അവരവിടെ എന്താണ് കഴിഞ്ഞതെന്നുള്ളത് അറിയാം. സോ നിങ്ങൾ മോഡ്യൂൾ 1 ഓൾമോസ്റ്റ് കഴിയാറാവുമ്പോ ഇതുമായിട്ട് മേർജ് ആയിക്കോളും, സാരില്ല, അത് പ്രോബ്ലം. മാം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ അബ്രോഡ് ഉള്ള ആരെങ്കിലും നമ്മുടെ ട്രെയിനിങ്ങിന് പോയതായിട്ട് മാമിനെ അറിയുമോ? ഞങ്ങളിവിടെ ചോദിച്ച സ്കൂളുകളിൽ അലോഡ് അല്ലെന്നാ പറഞ്ഞത്, നമ്മുടെ മക്കളുടെ സ്കൂളുകളിൽ അലോഡ് അല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ മാമിന് നമ്മുടെ ഈ ബാച്ചിലുള്ള ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെന്ന് അറിയുമോ? അവര് പ്ലാൻ ചെയ്തത് നാട്ടിൽ വരുന്ന ടൈമില് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ചിലര് അബ്രോഡ് പോകുന്നതിന് മുമ്പ് തന്നെ നാട്ടിലെ സ്കൂളുകളിൽ ചെയ്തിട്ട് പോകും. അതാണ് 2-3 പേര് എന്നോട് പറഞ്ഞത്.
നാട്ടിൽ ഇപ്പൊ വരാൻ അറിയില്ലല്ലേ. ഞാനിവിടെ തന്നെയാണ്. അപ്പം ഞാൻ എന്റെ മക്കളെല്ലാം ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ആ സ്കൂളിൽ ചോദിച്ചപ്പോ അവര് ഇങ്ങനെ ട്രെയിനിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്നാ പറഞ്ഞത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കിൻഡർ ഗാർഡൻ ഒക്കെ ഉണ്ട്. ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇതൊന്നും ആയിട്ടാട്ടെ എന്ന് വിചാരിച്ചു. കിൻഡർ ഗാർഡനിൽ ഒന്ന് ചോദിച്ചു നോക്കും. നമുക്ക് അവിടെയാണെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ചിലരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ. ഓക്കെ. അങ്ങനെ മാമിന് ബാച്ചിൽ ആരെങ്കിലും അറിയാവുന്നെങ്കിൽ ഒന്ന് പറയണേ മാം. ബാച്ചാണ്. ബഹ്റൈൻ അല്ല, ബാച്ചിൽ ആരെങ്കിലും അറിയോ എന്നുള്ളത്. എന്റെ ഒരു ഫ്രണ്ട് ബഹ്റൈനിലെ സ്കൂളിലെ ടീച്ചറാ. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്റെ ഒരു ഫ്രണ്ട് ബഹ്റൈനിലെ ഒരു സ്കൂളിലെ ഒരു ടീച്ചറാ. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ 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 മാം. ഏത് ബാച്ചായിരുന്നു? എന്തോ MD 8. ഓക്കെ ഓക്കെ. ശരി മാം. നമുക്ക് ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ പറയാം. MD 8ന്റെ ക്ലാസ്സിൽ വരും. അറ്റൻഡ് ചെയ്യുന്നത് മാം പറഞ്ഞാൽ മതി. മിക്കവാറും റെക്കോർഡിംഗ് ക്ലാസ് ആയിരിക്കും. ഈവനിങ് ആണ് ഞാൻ കയറുന്നത്. മിസ്സി, ഞാനാണ് ഇന്നലെ മാസ്കിന്റെയും ലെറ്റേഴ്സിന്റെ ഒക്കെ അയച്ചത്. മനസ്സിലായോ? എനിക്ക് ശബ്ദം നല്ല പരിചയമുണ്ട്. എനിക്ക് ജിഷ എന്ന് പറഞ്ഞപ്പോ ഏത് ജിഷയാണ് ഏത് ബാച്ചാന്ന് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ജിഷ ആരാന്ന് എനിക്ക് മനസ്സിലായി, RJ ജിഷ. പക്ഷെ ഏത് ബാച്ചാണെന്ന് പെട്ടെന്ന് ഹലോ മാഡം, എൻ്റെ പേര് സ്നേഹ എന്നാണേ. മാഡം ആക്ച്വലി ഞാൻ ഇതുവരെ അത്ര റെക്കോർഡിംഗ് ക്ലാസ് ലൈവിൽ കയറിയിട്ടില്ല. മറ്റേ റെക്കോർഡിംഗ് ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു റെക്കോർഡിംഗ് കേട്ടപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, സ്റ്റുഡൻസ് എല്ലാവരും കൂടെ. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടെ അടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ എന്നെയും കൂടെ ഒന്ന് ഗ്രൂപ്പിൽ. MT4. MT4ലുള്ള ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ? അപ്പോ നാളെ ഞാൻ ലൈവ് സെക്ഷൻ വരുമ്പോഴത്തേക്കിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാഡം പറയാവോ? അതായത് നാളെ എനിക്ക് MT4ന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, സ്നേഹ ആ സമയത്ത് ജോയിൻ ആവാൻ പറ്റുമോ? ഇല്ലല്ലോ. മോർണിംഗ് ക്ലാസ് ആണോ മാഡം അതോ നൈറ്റ്? 10:30 MT4ന്റെ ക്ലാസ്. ഓക്കെ ഓക്കെ, ഞാൻ ജോയിൻ ആവാം മാഡം. ആ സമയത്ത് സ്നേഹ ജോയിൻ ആവും. അപ്പൊ നമ്മുടെ MT4ലെ കുട്ടികളുണ്ടാവും. സോ അപ്പൊ കൊടുത്താൽ മതി ഡീറ്റെയിൽസ്. പിന്നെ ഞാൻ ഇപ്പൊ MT8 വരെയാണോ ഈ ക്ലാസ്സിൽ, അതോ MT9 ഉണ്ടോ? എനിക്കറിയില്ല. ഓക്കെ, ഞാൻ എല്ലാവർക്കും തന്നെ എന്റെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്നേഹ കിട്ടിയില്ല? ഇല്ല മാഡം, ഞാൻ ആക്ച്വലി രാജേശ്വരി മാഡത്തിനോടും വിളിച്ച് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല, അങ്ങനെ മാഡത്തിന്റെ നമ്പർ ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പൊതുവെ. പക്ഷേ ഞാൻ സാറിനോട് ചോദിച്ചു കുട്ടികളെ റിക്വസ്റ്റ് ചെയ്യുന്നു. സാർ എന്നോട് പറഞ്ഞത് ടീച്ചർക്ക് ഓക്കെ ആണെങ്കിൽ കൊടുത്തോളൂ, പിന്നെ ഒരു കോംപ്ലിമെന്റും തന്നു. സോ ഐ തിങ്ക് യു പീപ്പിൾ വിൽ മേക്ക് മീ പ്രൗഡ്. മോണ്ടിസോറി കുട്ടികൾ വളരെ മെച്യൂർ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു മാഡം. ഇപ്പൊ നമ്പർ പറയാൻ പറ്റുമോ മാഡം? അതോ ചാറ്റ് ബോക്സിൽ ഇടാനോ? ഓക്കെ ഓക്കെ. മാം, അന്ന് ജയദേവ് സാർ ഒരു ദിവസം ക്ലാസ് എടുത്തപ്പോ പറഞ്ഞത്, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്കൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം അത് പോകാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എക്സാം പാസ്സാവുന്ന മാർക്ക് സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഇല്ല. നിങ്ങൾ ധൃതി പിടിച്ചു പോകേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് സാറ് പറഞ്ഞത്. ഇപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ച്, നമ്മൾ ഇനി കൊച്ചും കൊണ്ട് കൊടുത്തിങ്ങി കെട്ടി, അല്ലെ തന്നെ കൊച്ചു സ്കൂളിലൊന്നും ഇവിടെ വിടുന്നതിനോട് വലിയ താല്പര്യം ഇല്ല. ഇവർക്കുള്ള ആൾക്കാരൊക്കെ സ്കൂൾ നടത്തുന്നവരും ഒക്കെ പിന്നെ കൊച്ചു സ്കൂളിനോട് പോകുന്നതിനോട് താല്പര്യം ഇല്ല. പിന്നെ പണ്ടൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിലും ട്യൂട്ടറിലൊക്കെ. പിന്നെ ഇപ്പം പ്രായമൊക്കെ ആയില്ലേ, ഇനി കൊച്ചു പിള്ളേരോട്ട് കൊടുത്തൊരിയും കെട്ടി അങ്ങനെ ഉടനെ പോകണമെന്ന് താല്പര്യം ഇല്ല. അപ്പം ഉടനെ പോയില്ലെങ്കിൽ എൻ്റെ മാർക്കിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ, ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയാ മാമിനോട് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്. ആക്ച്വലി ഞാൻ നിങ്ങളെ ഒന്നിനും കമ്പൽ ചെയ്യില്ല. റെക്കോർഡ് എഴുതണമെന്നോ, അസൈൻമെന്റ് എഴുതണമെന്നോ, ആക്ടിവിറ്റി ചെയ്യണമെന്നോ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്നോ, പരീക്ഷ എഴുതണമെന്നോ ഒന്നും ഞാൻ കമ്പൽ ചെയ്യില്ല. യു ഹാവ് ടു തിങ്ക്, ഞാനിത് ചെയ്യണോ? നിങ്ങൾ ആലോചിക്കും. ഞാനൊരു ഓട്ട മത്സരത്തിന് പോവാ, ചെയ്യാതെ ഞാൻ ആ മത്സരത്തിന് പോയിട്ട് കാര്യമുണ്ടോ? അല്ല, പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ചാടി കയറി ഇതെല്ലാം കൂടെ നമുക്ക് പോകുന്നതിൽ കൊടുത്തൊരു കെട്ടിപ്പോയാൽ പിന്നെ ഈ ക്ലാസ് അത്ര കറക്റ്റ്. നമ്മൾ കൊച്ചല്ലല്ലോ.
പോകണമെങ്കിൽ ഇവിടെ പെങ്ങടെ മോക്ക് 3 സ്കൂൾ ചെന്നൈയിലുണ്ട്, പക്ഷെ ദൂരമാ, അത് പോണം. അല്ലെ മോൻ പോകുന്ന സ്കൂളിൽ പോവാം. പക്ഷെ പിന്നെ നമ്മള് സാരി ഉടുത്തൊരിയും കിട്ടി അതൊരു ജോലിയാ. പിന്നെ വന്ന് ഈ പഠിത്തവും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേ എന്നെ കൊണ്ട് വലിയ കൂടുതൽ റിസ്ക് എടുക്കുക, കഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാല് വലിയ പ്രയാസം. ഹസ്ബൻഡിനോട് പറഞ്ഞാല് ഹസ്ബൻഡ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ഇനി ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ റിസ്ക് എടുക്കുന്നതിന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മോനായാലും പറയും മമ്മിക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്ന് ചോദിക്കും എന്നോട്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ ജയദേവ് സാർ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് കഴിയട്ടെ, ഈ ക്ലാസ് കുറച്ചുകൂടെ ഇതെങ്ങനെങ്കിലും ഒന്ന് മാക്സിമം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേന്ന് പറഞ്ഞു. കാരണം നമ്മള് കൊച്ചല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പല താല്പര്യങ്ങളും മനസ്സിലുണ്ട് മാം. നമ്മുടെ താല്പര്യം ആവണോ നടക്കണേന്ന് വല്ലതും ഉണ്ടോ? എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലല്ലേ നടക്കത്തുള്ളൂ. എനിക്ക് പാഷനുണ്ട്, പഠിത്തം ജോലി അത് ഒരു പാഷനാ, പഠിപ്പിക്കുക എന്നുള്ളത് അത് പണ്ടേ ഉള്ള പാഷനാ. വേറെ ഞാൻ കുക്കിങ്ങിലൊന്നും വലിയ എക്സ്പെർട്ട് അല്ല. നമ്മളതുകൊണ്ട് വലുതായിട്ട് ഇപ്പം വീട്ടുകാര്യം അങ്ങനെ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഇനി എന്താന്നുള്ളത് നമ്മുടെ സ്വന്തം പാഷൻ മാത്രം പറ്റത്തില്ലല്ലോ. ഹസ്ബൻഡ് മക്കളൂടെ ഡിസൈഡ് ചെയ്യുന്ന അനുസരിച്ചല്ലേ ഡിസിഷൻ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇവിടെ സംബന്ധിച്ച് എല്ലാ ഡിസിഷനും ഹസ്ബൻഡിൽ ഇരിക്കുക കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഒന്നും മുമ്പേ കയറി ഡിസൈഡ് ചെയ്യുന്നില്ല. എന്റെ തീരുമാനിക്കൂ, ഞാൻ ഒന്നും നിർബന്ധം എന്നുള്ള രീതിയിൽ പറയില്ല കേട്ടോ. അല്ല ഇതൊന്നും നമ്മൾ ഉടുത്തൊരിയും കിട്ടി അങ്ങനെ പോയാൽ അതേ നടക്കും. കാരണം സ്കൂൾ വർക്ക് എനിക്കറിയാം, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കുള്ളവരൊക്കെ ഇങ്ങനെ സ്കൂൾ നടത്തുന്നതുകൊണ്ട് എനിക്കറിയാം ഭയങ്കര ടഫാ മാമ. കാരണം ഭയങ്കര വർക്കാ അത്. പിള്ളേരെ എന്ന് വെച്ചാൽ ഭയങ്കര, എനിക്ക് ട്യൂഷൻ എടുക്കണേ ഇവിടെ ഇഷ്ടം പോലെ ഫ്ലാറ്റ് കിട്ടും ട്യൂഷൻ വേണമെങ്കിൽ. ഞാൻ കാരണം വർക്ക് ചെയ്യാതിരിക്കും. കാരണം വർക്ക് ചെയ്താൽ ഭയങ്കര വർക്കാ. ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, അവരെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കമ്പൽ ചെയ്തിരിക്കില്ലെങ്കിൽ പിള്ളേര് നമുക്ക് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ നമ്മൾ ചെയ്യുന്ന ജോബിനെ പറ്റി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആരോ ചോദിച്ചില്ലേ ഈ PGക്ക് ഇത്രയും ബാച്ചസ് ഒരുമിച്ച് എന്തിനാ വന്നേന്ന്? ഇത് തന്നെയാണ് കാരണം. കാരണം വെച്ചാൽ ആ മോഡ്യൂൾ 1 കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വൈ ഐ ആം ഹിയർ എന്നുള്ളത്. ഞാൻ എന്താണ്, വാട്ട് ഷുഡ് ഐ ഡു ആസ് എ ഫെസിലിറ്റേറ്റർ എന്നുള്ളത്. ഒരു ടീച്ചറുടെ ക്വാളിറ്റി അല്ല ഒരു ഫെസിലിറ്റേറ്റർക്ക് വേണ്ടത്. ഒരു ട്രഡീഷണൽ ടീച്ചർ അല്ല നമ്മളൊരു ഫെസിലിറ്റേറ്റർ. വി ആർ ജസ്റ്റ് ഗൈഡിങ് ആൻഡ് സപ്പോർട്ടിങ് ദ കിഡ്സ്. നമ്മൾക്ക് അവിടെ ഒബ്സർവേഷൻ എന്നുള്ള ജോലിയേ ഉള്ളൂ. കുട്ടികളെ കറക്റ്റ് ചെയ്യാനോ അവരെ ജഡ്ജ് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. വി ആർ ജസ്റ്റ് ഒബ്സർവിങ് ദം. അതാണ് അത് നിങ്ങൾക്ക് ആ മെത്തേഡ് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതായിരുന്നു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞത്. മോഡ്യൂൾ 1 അല്ലെങ്കിൽ മോഡ്യൂൾ 1 ഓൾമോസ്റ്റ് തീരാറായവരെ മാത്രം PGയിൽ എടുക്കാൻ പറഞ്ഞതിന് കാരണം അതായിരുന്നു. അപ്പൊ നിങ്ങൾ മോഡ്യൂൾ 1 ആയി വരുമ്പോ അടുത്ത PG ബാച്ച് ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. സോ എന്തിനാണ് നമ്മൾ ഇവിടെ വൈ ഷുഡ് ഐ ആം ഹിയർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ മോഡ്യൂൾ 1 മോണ്ടിസോറി മെത്തേഡ് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. യെസ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കും. ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഡു ഓൾ ദീസ് തിങ്സ്. ഇറ്റ്സ് മൈ ഹാപ്പിനെസ് ഇസ് ഇൻസൈഡ് മീ. മൈ ഡിസിഷൻ ഇസ് മൈ, നോട്ട് അതേഴ്സ്. അല്ല ഞാൻ അവരെ കറക്റ്റ് ചെയ്യുന്നതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഭയങ്കര റിസ്ക്കാ. കാരണം അവരെ നമ്മൾ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അടിച്ചും പിടിച്ചൊന്നും ഈ പറഞ്ഞ പോലെ മോണ്ടിസോറി മെത്തേഡല്ലേ. ആ റിസ്കിന്റെ കൂടെ നമ്മൾ ഈ പഠിത്തം എന്ന് പറയുന്നത് പ്രായമായവരെ സംബന്ധിച്ച റിസ്ക് അല്ലേ. നമുക്ക് ശരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ലാംഗ്വേജ് ഞാൻ ശരിക്കും പഠിക്കാനായിട്ട് ശ്രമിക്കും. എനിക്ക് എന്റേതായ കുറെ പഠിത്തങ്ങളുണ്ട്. ടെസ്റ്റുകൾ റെഫർ ചെയ്യും അങ്ങനെയൊക്കെ. അപ്പൊ അതെല്ലാം എനിക്ക് ലാസായി പോകും ഇങ്ങനെ പോയി കഴിഞ്ഞാല്. കൊച്ചുങ്ങളുടെ പുറകെ നടക്കുക എന്നുള്ള കാര്യമേ നടക്കത്തുള്ളൂ. വലിയ പിള്ളേരെ ആണെങ്കിൽ കുറച്ച് പഠിപ്പിച്ചാൽ മതിയല്ലോ. അതുപോലല്ല കൊച്ചു പിള്ളേരെന്ന് പറയുമ്പോ നല്ല റിസ്ക് അല്ല കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ അവരെ വല്ലാതെ അവരുടെ മൈൻഡിലേക്ക് അത് ഇംപ്രഷൻ ആയിട്ട് പോകും. അവർക്ക് അതാണ് ഇംപ്രഷൻ ആക്കി എടുക്കാനൊക്കെ. പക്ഷെ അതേന്നും പറഞ്ഞ് നമ്മൾ നിക്കണം. പിന്നെ നമുക്ക് ഇത് നടക്കത്തില്ല. ശരിക്കും ടെസ്റ്റ് വായിക്കാനോ പഠിക്കാനോ കൊച്ചു പിള്ളേർക്കൊക്കെ നടക്കും. എന്റെ ക്ലാസ്മേറ്റ്സിന് അവരൊക്കെ കൊച്ചു പിള്ളേരല്ലേ, ഞാനൊത്തിരി പ്രായമായില്ലേ. അപ്പൊ നമുക്ക് അന്നേരം ജോലി ഏത് ബാച്ചായിരുന്നു? MD8. നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? ജോലി MT8 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മോഡ്യൂൾ 1 പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ? മാം സ്റ്റാർട്ട് ചെയ്ത കാര്യമാണോ പറയുന്നത്? അല്ല മറ്റുള്ളവർ സ്റ്റാർട്ട് ചെയ്ത
എല്ലാരും എങ്ങനെയാ പോകുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ബി. നമ്മളിവിടെ ഒരു സബ്ജക്ട് സ്റ്റഡിങ് അല്ല, ശരിക്കും ഒരു വിഷയം എടുത്തൊക്കെ പഠിക്കുകയല്ല ചെയ്യണത്. നമുക്കിവിടെ ഒരു തിമാറ്റിക് ലേണിംഗ് പ്രോസസ് ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ജോളിയോട് ഞാൻ ചോദിക്കുവാണ്, ജോളി ഇത് ട്രീസ് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഞാനൊരു എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോളി എന്താ ചെയ്യാം? ഒരു ട്രീ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ ജോളി എന്ത് ചെയ്യും? എസ്സേ എഴുതും, അല്ലാതെ എന്താ മാം ചെയ്യുന്നത്? ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട്, അതായത് ഒരു കോമ്പറ്റീഷനാ, എസ്സേ കോമ്പറ്റീഷൻ നമ്മൾ എല്ലാരും ഇരിക്കുക, നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്. അതാണ് 1 മിനിറ്റ് മാം, ഇടയിൽ കയറി പറയാല. അതാണ് എന്റെ പ്രോബ്ലം. എന്റെ അടുത്ത് മാം ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ സാധാരണ എല്ലാവരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഓൺ വേർഡ്സിലായിരിക്കും എഴുതുന്നത്, ചിലപ്പോൾ അവർ ഗൂഗിൾ സെർച്ച് ചെയ്തായിരിക്കും എഴുതുന്നത്, ചിലപ്പം ടീച്ചർ പഠിപ്പിച്ചതായിരിക്കും. പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ എൻ്റെ ഓൺ വേർഡ്സ്, ഗൂഗിൾ സെർച്ച് ചെയ്ത്, മാം പഠിപ്പിച്ചത്, ഞാൻ വായിച്ചിട്ടുള്ള ടെസ്റ്റ്, ഇതെല്ലാം സെലക്ട് ചെയ്ത് എല്ലാവർക്കും ഒരു 2 ദിവസമെങ്കിൽ എനിക്കൊരു 10 ദിവസം വേണ്ടി വരും ഇത് കറക്റ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് തരണമെങ്കിൽ. അങ്ങനെയാണ് എന്റെ ജോലിക്ക് ഫസ്റ്റ് കിട്ടി, ജോലിക്ക് ഫസ്റ്റ് കിട്ടി. ഇത് കഴിഞ്ഞ് ജോലി എന്ത് ചെയ്യും? എങ്ങനെയാ? അതായത് ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതായിരുന്നു നമ്മളുടെ എസ്സേയുടെ ടോപ്പിക്. എന്തിന് പ്രൊട്ടക്ട് ചെയ്യണം, അതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അതൊക്കെയായിരുന്നു കോമ്പറ്റീഷന്റെ ടോപ്പിക്. ജോലി വളരെ ഭംഗിയായിട്ട് എസ്സേ എഴുതി, ഫസ്റ്റ് കിട്ടി. ഇതിന് ശേഷം എന്ത് ചെയ്യും? അതിനുശേഷം എന്തോ മാം ചെയ്യണേ? മാം എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതല്ലേ ചെയ്യണ്ടേ? ഞാൻ പറയണത് നോക്കണ്ട. ജോലി ആ കോമ്പറ്റീഷന് ചെന്നപ്പോഴ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു ടോപ്പിക് വരുന്നു. അപ്പം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വേഗം പല കാര്യങ്ങളും റെഫർ ചെയ്ത് അത് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ആ എസ്സേ പ്രിപ്പയർ ചെയ്തു. കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടുന്നു, പ്രൈസ് കിട്ടുന്നു, വീട്ടിൽ പോകുന്നു, ഹാപ്പിയായി. അതിനുശേഷം എന്ത് ചെയ്യും? ജോലി ചെയ്യിച്ചു. മരങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമോ? അതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ പ്രത്യേകത. തിമാറ്റിക് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. സബ്ജക്ട് സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സബ്ജക്ട് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, കഴിഞ്ഞു. തിമാറ്റിക് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. വി ആർ അപ്ലൈയിങ് സെയിം തിങ് ടു അവർ ലൈഫ്. നമ്മൾ ആ മരങ്ങളെ സംരക്ഷിക്കാൻ, എനിക്ക് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടി, അതവിടെ കിടക്കട്ടെ. ഞാൻ ആ മരം സംരക്ഷിക്കാൻ എനിക്ക് ഒരു സോഷ്യൽ ബീയിങ്, ഒരു സൊസൈറ്റിയുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നുള്ള നിലയിൽ ഞാൻ എന്ത് ചെയ്യും? ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ലേണിംഗ് പ്രോസസ് ആണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? സബ്ജക്ട് സ്റ്റഡിങ് അല്ല, തിമാറ്റിക് ലേണിംഗ് ആണ്. നമ്മൾ ആ പ്രോസസ്സിലേക്ക് കടക്കണം. അത് വളരെ ഗ്രാജുവൽ ആയിട്ടൊരു ചേഞ്ചിങ് പ്രോസസ്സാണ് നടക്കുന്നത്. അല്ല മാം, അത് ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് ഇതിന്റെ കൂടെ ജയദേവ് സാർ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ കൂടെ ഇപ്പൊ അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ മാർക്കിനെ സംബന്ധിച്ച് അത് ബാധകമല്ല. പഠിച്ചതല്ല ഞാൻ പറഞ്ഞ, എന്നോട് പറഞ്ഞല്ലോ കുറേ പഠിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടോ, അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ. ഞാൻ ചോദിക്കുന്നത്, ആദ്യം ഞാൻ ചിന്തിച്ചു 6 months ഇത് ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇതിന് പോകാം. അപ്പൊ സാറിന്റെ ഈ ഒപ്പീനിയൻ കേട്ടപ്പോഴ് എന്റെ മനസ്സിൽ എങ്കിൽ പിന്നെ ധൃതി പിടിച്ച് ഇതിന്റെ കൂടെ എനിക്കിപ്പോ ഈ ക്ലാസ് ഒന്ന് നന്നായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ അതിന്. പിന്നെ വേണമെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിൽ പോകാമല്ലോ. അപ്പൊ ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ധൃതി പിടിച്ച് വെപ്രാളം പിടിച്ചിട്ട് ഇതും പോയാൽ ഇത് ഇവിടെ ഡൗൺ ആയി, അത് ഡൗൺ ആവും, നമ്മൾ കൊച്ചെല്ലാം വേണ്ട, അവിടെ ഇരിക്കട്ടത്, അത് പതുക്കെ മതി. 10 to 15 days മതി നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ്. 15 days മതിയോ? സാറ് പക്ഷെ കുട്ടികൾ 1 month പോയവരുണ്ട്, 2-3 months ഒക്കെ പോയവരുണ്ട്. അത് ഫസ്റ്റ് 2 ബാച്ചിന് കുഴപ്പമില്ലായിരുന്നു, അവർക്ക് നൈറ്റിലല്ലേ ക്ലാസ്, അവരെ സംബന്ധിച്ച് ക്ലാസ് പോവില്ല. ഞാൻ സാറിനോട് ഒരു സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, 10 to 15 days ആണെങ്കിൽ ആ ദിവസത്തെ ക്ലാസ്സുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷെ നമ്മൾ പറയുന്ന ആ ഡേ തന്നെ കുട്ടികൾ പോകേണ്ടി വരും. ഇപ്പൊ ഫെബ്രുവരി 5th തുടങ്ങി ഒരു 10 days എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം ക്ലാസ് നമ്മൾ കൊടുക്കാതിരിക്കുക. പക്ഷേ ടീച്ചിങ് പ്രാക്ടീസ് 6 months ശേഷം മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ മെത്തേഡ് അവിടെ. മോണ്ടിസോറി മെത്തേഡ് അതാ ഞാനും ചിന്തിച്ചിരുന്നത്. ഒരു 6 മാസം കഴിയുമ്പോഴത്തേ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ട് നമ്മൾ പോകാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചിരുന്നേ. പക്ഷെ സാറിന്റെ ഈ അഭിപ്രായത്തിൽ നിന്ന് ഞാനും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. കാരണം ഇവിടെ പൊതുവേ ഇങ്ങനെ ഒരു അഭിപ്രായക്കാരാണ്. പിന്നെ അതിന്റെ കൂടെ സാറിന്റെ അഭിപ്രായം കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ ധൃതി പിടിച്ച് വെപ്രാളം പിടിച്ച് എന്തിനാ അതും ഇതൂടെ കിടന്ന് കഷ്ടപ്പെടുന്നേ എന്നൊരു ചിന്താഗതി. അതുകൊണ്ടാണ് ഞാൻ മാമിനോട് ചോദിച്ചേ. മാം അതിന്റെ ആവശ്യം ഗൾഫിൽ പോണവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു,
ഞങ്ങൾ ഇപ്പൊ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു പോർഷനും കൂടെ ആയിട്ട് മതി എന്നുള്ളപ്പോഴാണ് അവർ പറഞ്ഞത് മാം ഞങ്ങൾ ഇനി തിരിച്ചു വരണമെങ്കിൽ ഇനിയും ഒരു 1 year കഴിയും. അപ്പൊ അങ്ങനെയുള്ളൊരു ഓപ്ഷണൽ കേസ് ആയിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. അപ്പൊ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇന്ന സമയം വേണമെന്നില്ലല്ലോ അത്? ഇല്ലില്ല, ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കഴിയുന്നതേ നമുക്ക് എവിടെയെങ്കിലും ഒരു അതുപോലെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് കാണിക്കാറോ ഞാൻ ഇവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു. ചിലര് ചോദിക്കും എന്താണ് നിങ്ങൾ കോഴ്സിന്റെ ഇടയ്ക്ക്, ശരിക്കും കോഴ്സിന്റെ ഇടയ്ക്കാണ് ചെയ്യേണ്ടത്, കോഴ്സിന്റെ ഇടയ്ക്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കും. സോ നമുക്ക് അവിടെ ഒരു ജെനുവിൻ റീസൺ പറയാനുണ്ടാവും. നമ്മുടെ കൂടെ പലരും ഉണ്ട്, കാരണം പ്രഗ്നന്റ് ആയവര്, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കുഞ്ഞു ബേബീസ് ആയിട്ടുള്ളവര്, അവർക്കൊക്കെ ജെനുവിൻ ആയിട്ട് കാര്യങ്ങളുണ്ടല്ലോ. വൈ ഇത് ചെയ്തില്ല എന്ന് ചില അറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചോദിക്കും. നമ്മുടെ പ്രൊഫൈലില് നമ്മളുടെ ഇതില് നമ്മൾ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയത് ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ആണ് സാധാരണ പോകുന്നത്. സോ ഇറ്റ്സ് അപ് ടു പ്രോബ്ലം. നിങ്ങളുടെ കൺവീനിയന്റ് കംഫർട്ടബിൾ ചിന്തിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരു ബർഡൻ വെക്കണം എന്നൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയ സമയത്തേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാണ്, റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. അതാ ഞാൻ പറഞ്ഞു മാമിനോട്, അതങ്ങനെ ആവുമ്പോ പിന്നെ ഈ ക്ലാസ് ഇത് തന്നെ ഇപ്പം മറിയ മോണ്ടിസോറിയുടെ പിന്നെ അസൈൻമെന്റ് തന്നത് കംപ്ലീറ്റ് ചെയ്തില്ല. ഇനിയിപ്പം അടുത്തത് തേർഡ് മൊഡ്യൂളിനെ പറ്റിയാന്ന് തോന്നുന്നു മാം. മറ്റേ റെക്കോർഡ് കഴിഞ്ഞ ക്ലാസ് എനിക്ക് സുഖമില്ലാഞ്ഞുകൊണ്ട് എല്ലാം ഒന്നും ശരിക്കും ഞാൻ കേട്ടില്ല. മാം ആണെന്ന് തോന്നുന്നു പറഞ്ഞത് റെക്കോർഡിനെ പറ്റി. അത് ചെയ്യാനിരിക്കുന്ന ടെസ്റ്റുകൾ ഇങ്ങനെ റെഫർ ചെയ്യണം. അപ്പൊ പിന്നെ വീട്ടിലെ കാര്യം മാനേജ് ചെയ്യണ്ടേ. ഇപ്പൊ മാമിന്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു ഞങ്ങളെക്കാളും ടഫാണ് മോണ്ടിസോറി എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത്. അങ്ങനെ എത്രയോ ഇയർ അവർക്കുണ്ട്. പക്ഷെ 1 year നമ്മൾ ആ ബിഎഡുകാര് ചെയ്യുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ബട്ട് അത് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചത്. അവിടെ മാർക്ക് കുറയാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്താൽ നമ്മൾ വളരുവാ, അത്രേ ഉള്ളൂ. അല്ല അതങ്ങനെ ഈ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആവുമ്പോ പിന്നെ അടുത്ത കോഴ്സിന് പോവാതെ ഇത് ചെയ്യാൻ കുറച്ച് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഞാൻ അതായത് ബയോഡേറ്റയിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കൊടുക്കുവാണ്. ഇത് അറിയാവുന്ന സ്കൂളുകാർ ചോദിക്കും നിങ്ങൾ എവിടെയാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. പ്രൊഫൈലിൽ ഒരു ഹൈലൈറ്റഡ് ഭാഗമാണത്. ബയോഡേറ്റയിൽ എങ്ങനെ ജോലി, ബയോഡേറ്റയിൽ എങ്ങനെ ജോലിക്ക്, സ്കൂളിൽ ജോലിക്കോ പോകും. ജോലിക്ക് കാരണം ഇത് കേൾക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ ജോലി ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്താൽ മതിയല്ലോ, ഇത് കഴിഞ്ഞിട്ട് മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന്റെ ഓരോ ഏരിയാസ് പറഞ്ഞതാ, ഓരോ സൈഡ് പറഞ്ഞതാ. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത്. കാരണം ഇതില് ജോലി നല്ലൊരു പാഷനായിട്ട് ജോലി നോക്കുന്നവരുണ്ടാകും. സോ അവരത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ അവരുടെ പ്രൊഫൈലില് നമ്മൾ ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ളത് നമ്മുടെ പ്രൊഫൈലിൽ കൊടുക്കരുത്. എന്താണ് നടന്നത് അതേ കൊടുക്കാൻ പാടുള്ളൂ. അല്ല അതേ നമുക്ക് പറ്റത്തുള്ളല്ലോ. ഫേക്ക് ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നേ? അത് പിന്നെ പ്രശ്നമാകത്തില്ല. നമ്മൾ എപ്പോഴും ട്രൂത്ത്ഫുൾ ടു അവർസെൽഫ്. അതേ നമുക്ക് പറ്റത്തുള്ളല്ലോ. നമുക്ക് ഫേക്ക് ആയിട്ടുള്ള കൊടുത്താൽ നമുക്ക് കുഴപ്പമായി മാറത്തില്ലേ? അല്ല അങ്ങനെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ആകും. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകും. അല്ല ഞാൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ പണ്ടേ അങ്ങനെ കള്ളം ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല, കള്ളം പറയാൻ അറിയത്തുമില്ല. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവരും പഠിപ്പിക്കുന്നവരും എൻ്റെ കൂടെ എന്നെ അറിയാവുന്നവരെല്ലാം നിഷ്കളങ്കയായ ലീലാമ്മ എന്നാണ് എനിക്ക് ഇട്ടിരിക്കുന്ന പേര്. എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിൽ എൻ്റെ ആ നിഷ്കളങ്ക മനസ്സ് മൂലം ഒരുപാട് വേദനയും ഒറ്റപ്പെടുത്തലും നിരാശയും ദുഃഖവും എല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം മറ്റുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്നവരുടെ പക്ഷത്ത് നിന്നില്ലെങ്കിൽ നമ്മളെ അവർ ഒറ്റപ്പെടുത്തും. അവരുടെ കള്ളം നമ്മൾ പറഞ്ഞാൽ നമ്മൾ പിന്നെ കുരിശി കയറി ഇല്ലാത്ത വിഷയങ്ങളുണ്ടാകും. പക്ഷെ എങ്കിൽ ഞാനത് അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ അതെ ഒരു ആത്മീയ വശത്തിൽ കൂടെയാണ് ഞാനത് ചിന്തിക്കുന്നത്. ദൈവം എന്നെ അതിൽ നിന്ന് രക്ഷിച്ചുകൊള്ളും. അങ്ങനെയാണ് ഞാൻ. പക്ഷെ ദൈവം എന്നെ രക്ഷിച്ചിട്ടുമുണ്ട്. മനുഷ്യരെന്നെ എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചാലും പക്ഷെ അതിനൊന്നും ദൈവം കൊടുക്കാതെ ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസം. എത്ര മനുഷ്യർ അതിലൊന്നും ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാലും ഞാൻ ഭയപ്പെടത്തില്ല. ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളും, ദൈവം എന്നെ വിടുവിച്ചുകൊള്ളും, ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതെനിക്ക് അങ്ങനെ തന്നെ എനിക്ക് ആയിട്ടുമുണ്ട്. ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നാട്ടില് കൊട്ടാരക്കര വാളക എൻ്റെ സ്ഥലം. ഹസ്ബൻഡ് കുണ്ട്രമുളവന. പക്ഷെ സംസാരിക്കുന്ന അതേ ആള് കൊല്ലം ഇടയ്ക്കായിരുന്നു കുറെ നാൾ. ഹസ്ബൻഡ് കുണ്ട്രമുളവന സ്ഥലമാണെങ്കിൽ ഹസ്ബൻഡിന്റെ അമ്മ, അനിയനും കുടുംബവും പെങ്ങളും കുടുംബവും ചെന്നൈയിലാണ്. ഇപ്പൊ ഈ പനി വന്നപ്പോ പെങ്ങൾ ഇന്നലെ വിളിച്ചു അങ്ങ് ചെല്ലാനൊക്കെ. അങ്ങനെ വിരുന്ന് കളിച്ചു പോയാൽ നമുക്ക് പിന്നെ ഈ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പാടുവരും. അതുകൊണ്ട്
ടേക്ക് റെസ്റ്റ്. കാരണം നമ്മുടെ ബോഡി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് മനസ്സെത്തണമെങ്കിൽ ബോഡി മനസ്സും ഒരേ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോകണം. സോ ടേക്ക് റെസ്റ്റ് ചെയ്യൂ, പതുക്കെ കാര്യങ്ങൾ ചെയ്യൂ, ടെൻഷൻ ഒന്നും വേണ്ട, അടുത്ത് ചെയ്താൽ മതി. അങ്ങനെ ഒരു നിർബന്ധിക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് ഡു. അത് പ്രായം അതല്ലേ. ഹസ്ബൻഡ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന വിളിച്ച് ഞാൻ കട്ട് ചെയ്തതാ. ഹസ്ബൻഡ് വിളിക്കും, മോൻ വിളിക്കും. മോന്റെ ഇപ്പം 18 വയസ്സായി, കല്യാണ കാര്യങ്ങൾ ആലോചിക്കണം. ഒത്തിരി നാട്ടിലൊരു വീട് വെച്ചിട്ടിരിക്കുന്നു. ഒത്തിരി റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. എല്ലാം നമ്മൾ മാനേജ് ചെയ്യണ്ടേ. കൂടെ ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് പൊക്കോണ്ടിരുന്നതാ. ഇപ്പൊ അതങ്ങ് നിർത്തി, അവോയ്ഡ് ചെയ്തു. കാരണം നടക്കില്ല എല്ലാ കാര്യങ്ങളും കൂടെ. ഇനിയിപ്പം പുള്ളി അങ്ങ് റിസൈൻ ചെയ്ത് ഇങ്ങ് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമുക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മാനേജ്മെന്റ് മാം പഠിപ്പിച്ചു. ഞാൻ മനസ്സിൽ ദൈവമേ ഞാനാ ഭയങ്കര മാനേജർ. ഹസ്ബൻഡ് തരുന്ന പൈസയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് എൻ്റെ ജോലിയും പഠിത്തം എല്ലാം ഞാൻ കളഞ്ഞിട്ട് ഇതെല്ലാം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും നാട്ടിൽ വീട് വെച്ചെന്നുള്ളതേ ഉള്ളൂ. മാനേജ് ചെയ്തത് മൊത്തം ഞാനാ. ഈ ആരാണ്ട് വീട്ടിൽ ഒത്തിരി ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡിന് പൊതുവിൽ നോക്കിയാൽ ഹസ്ബൻഡിന്റെ ആൾക്കാരെല്ലാം ഹൈ ലെവൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥരെല്ലാം ഹസ്ബൻഡ് അപ്പച്ചൻ കയറി ഒരു ബിസിനസ്സൊക്കെ നടത്തി എന്നൊക്കെ പറയുന്ന എനിക്ക് കേൾക്കാം. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ജോലിയില്ല. സകല റെസ്പോൺസിബിലിറ്റിയും ഹസ്ബൻഡിനാണ്. സകല കാര്യങ്ങളിലും പണത്തള്ള ആളാല് എന്നെ അതുപോലെ അവർ പിടിച്ചു നിർത്തി. നമ്മളിതെല്ലാം അനുസരിച്ച് അങ്ങനെ പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമുക്ക് വീട് പണി തുടങ്ങുന്നത്. അതെല്ലാം അവിടെ നിന്ന് മാനേജ് ചെയ്തു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഹസ്ബൻഡ് ഇവിടെ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു. അത് ഞാൻ തന്നെ മാനേജ് ചെയ്യേണ്ടി വന്നു. ഇതും മാനേജ് ചെയ്തു. അതിനുശേഷം ആണ് ഈ കോഴ്സിന് പിന്നെയും ഇടയ്ക്ക് ബ്രാക്കറ്റ് കാല പീരീഡിൽ പിന്നെയും ഇടയ്ക്ക് ഞാൻ DISO എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി. സ്കൂളിൽ പഠിപ്പിക്കാൻ ഇതുപോലെ പോയി 10-30 പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചു. എന്നിട്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ കയറിപ്പോയി. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് വീട്ടുകാർക്കൊക്കെ എപ്പോഴെങ്കിലും കംപ്ലൈൻസ്, അവർക്ക് ഇത് മനസ്സിലാവത്തില്ല. അവരുടെ അടുത്ത് ചെല്ലുന്നില്ല, നോക്കുന്നില്ല, കാണുന്നില്ല, വരുന്നില്ല, ഫംഗ്ഷൻസിന് കൂടുന്നില്ല. ഇപ്പൊ ചെന്നൈയിലായതുകൊണ്ട് ഒത്തിരി ആശ്വാസം. എന്നിട്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കംപ്ലൈന്റ് വരും. അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ നമ്മുടെ റിസ്ക് എന്തുവാന്ന്. ഓരോരുത്തരും അപ്പൊ സഹകരിക്കാത്തയാന്നേ ചിന്തിക്കത്തുള്ളൂ. ഇങ്ങനെ എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞ് എൻ്റെ കാര്യം ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഇപ്പോഴും ഞാൻ ഇതുപോലെ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇനി ലാസ്റ്റ് വയസ്സുകാലത്ത് നമ്മൾ ഒറ്റപ്പെടത്തില്ലേ. പിള്ളേരൊക്കെ ഇനിയിപ്പോ നമ്മളോട് ഇരിക്കാൻ പറ്റും. അവര് കല്യാണം കഴിച്ചു, അവരുടെ ഭാര്യയായി, മക്കളായി, അവരെല്ലാവരും കൂടെ അവരെ ഒരുമിച്ച് ജീവിക്കും. ഹസ്ബൻഡ് പ്രായമായി വരും. നമുക്ക് ആരാ മുമ്പേ പോകുന്ന ആരാ പുറകെ പോകുന്ന പറയാൻ പറ്റത്തില്ല. നമ്മൾ പരിക്കാത്തിരുന്ന് ഒറ്റപ്പെട്ടു പോകത്തില്ല എന്ന് ഇനി നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാന്ന് വെച്ചാൽ പിന്നെയും ഞാൻ ഇതിങ്ങോട്ട് എടുത്തേ. അല്ലാതെ നമ്മുടെ പ്രായം ഇതിന് അനുവദിക്കുമോ, സാഹചര്യം അനുവദിക്കുമോ, സമൂഹം അനുവദിക്കുന്നു പറഞ്ഞാലും നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാൻ, ക്രിട്ടിസൈസ് ചെയ്യാനായിരിക്കും കൂടുതലും ആൾക്കാർ. ഇത്ര പ്രായമായില്ലേ, ഇപ്പൊ എന്താണ് ഇങ്ങനെ പഠിക്കേണ്ട പോണ്ട, എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെയായ പല വിമർശനങ്ങളും. അപ്പൊ അതിൻ്റെ ഇടയിലെല്ലാം ഇതിങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് മാം പറയുന്നോളും മാനേജ് ചെയ്യാൻ വരിക. ഏറ്റവും വലിയ മാനേജ്മെന്റ് ഇപ്പൊ ഞാനായിരിക്കും നടത്തുന്നേ. എന്നാല് അതുകൊണ്ട് ഞാൻ പറയും ഇതെല്ലാം മാനേജ് ചെയ്യണ്ടേ എനിക്ക്. Your potential and just forget all the things and do what you like. ഒരു ലൈഫിൽ ഒരു ഇഷ്ടമുള്ളത് ചെയ്യാട്ടോ. ഓക്കെ, ആ ചമ്മന്തി കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാനൊന്ന് പോയി ഉണ്ടാക്കിക്കോട്ടെ. ഓക്കെ മാം, ഞാനും പോകാൻ കൊച്ചുമോന് കഞ്ഞി എടുക്കണം. അവനും പനി, എനിക്കും പനി. ഓക്കെ മാം, താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു.